നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളും പദവികളും നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ യോഗ്യതകൾ കൊണ്ടല്ല. അവൻ ദൈവം തന്ന ദാനമാണെന്ന് ഉറപ്പുള്ളവർ ഒന്ന് നന്ദി പറഞ്ഞ ഇന്ന് രാത്രി. ആരാധനയ്ക്കകത്ത് നിനക്ക് ലിമിറ്റ് ഉണ്ടാകരുത്, ആരാധനയ്ക്ക് പഞ്ഞമുണ്ടാകരുത്. നിന്റെ ജീവിതം ആരാധനയായി മാറണമെന്ന്. ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ്, നീ എത്ര പറഞ്ഞാലും, നീ എത്ര പരിഹസിച്ചാലും, നീ എത്ര നിന്ദിച്ചാലും ഞാൻ എന്റെ ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കും. വചനം പറയുന്നതിങ്ങനെയാണ്, പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. ഒരാമേൻ പറഞ്ഞേ. ഇന്ന് രാത്രി അധികാരത്തിന്റെ അകത്ത് ദൈവസഭ എഴുന്നേൽക്കട്ടെ. നിനക്ക് അധികാരം തന്നിരിക്കുകയാണ്. അത് നീ പരാജയപ്പെടാനുള്ള അധികാരമല്ല, നീ ശത്രുവിന്റെ മേൽ, നീ നേരിടുന്ന വിഷയത്തിന്റെ മേൽ ആത്മാവിൽ ജയിക്കാനുള്ള അധികാരമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സ്തോത്രം. നമുക്ക് ഒന്നിച്ച ദൈവസ്ഥനായിരിക്കാം. ദൈവം ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്ത് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. എത്ര പേർക്ക് ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിഞ്ഞു? ഒരാമേനെന്ന് പറഞ്ഞാട്ട് സ്തോത്രം. എത്ര പേർക്ക് ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിഞ്ഞു? സ്തോത്രം. നമ്മുടെ ആരാധനകൾക്കകത്ത് ഞാൻ എപ്പോഴും പറയുന്ന പദമുണ്ട്, സ്തോത്രം. ഈ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനൊക്കും. സ്തോത്രം. നമ്മൾ അത്രയും കർത്താവുമായി കണക്റ്റഡ് ആണെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാനൊക്കും. സ്തോത്രം. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല സമയം വരെ, ചെറിയ പ്രായത്തിൻ്റെ ഒരു 20-25 വയസ്സ് വരെ ഐ വാസ് എ റിലീജിയസ് പെൻറ്റക്കോസ്റ്റൽ പേഴ്സൺ. ആ സമയങ്ങളൊന്നും കർത്താവിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല. ഞാൻ ആത്മീയരുടെ ഇടയ്ക്കായിരുന്നത്, ആത്മീയർ പോകുന്ന ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. വ്യക്തിപരമായ കർത്താവുമായി ബന്ധമില്ല. സ്തോത്രം. യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് എല്ലാവരും പറയുന്നു, എനിക്ക് അനുഭവമില്ല. സ്തോത്രം. എല്ലാവരുടെയും കൂട്ടത്തിൽ ഞാനും പോയിരിക്കും, കർത്താവിനെ ആരാധിക്കും, കൈയടിക്കേണ്ടടുത്ത് അടിക്കും. സ്തോത്രം. വ്യക്തിപരമായി കർത്താവുമായി ബന്ധം സ്ഥാപിച്ചിട്ടില്ല. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവ് ഇടപെടാൻ തുടങ്ങി. സ്തോത്രം. എൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായി എൻകൗണ്ടറുകൾ നടന്നു എന്ന് പറഞ്ഞാൽ, യേശു സ്തോത്രം ദൈവജനത്തിൻ്റെ അകത്ത് വായിക്കുന്നൊരു ചരിത്ര പുരുഷനായി സ്തോത്രം അതുവരെ നിന്ന ഇടത്ത് ഒരു എൻകൗണ്ടർ നടന്നപ്പോൾ ജീസസ് ബിക്കെയിം സോ റിയൽ ടു മീ. ഹല്ലേലൂയ. അങ്ങനെ അനുഭവമുള്ളവരൊന്ന് കർത്താവ് നന്ദി പറഞ്ഞാൽ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളൊന്ന്, ലോർഡ് ഹല്ലേലൂയ, ഐ നീഡ് എൻ എൻകൗണ്ടർ ഫ്രം യു. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ്റെ പേര്, മുമ്പിലത്തെ പേര് ശൗൽ എന്നാണ്. അവൻ ശൗല് സ്തോത്രം പരീശന്മാരുടെ സീനിയർ മോസ്റ്റ് പേഴ്സൺ, അല്ലെങ്കിൽ ഗമാലിയേലിൻ്റെ പാദപ്പെടുത്തി ന്യായപ്രമാണമൊക്കെ പഠിച്ചതാണ് പൗലോസ്. ന്യായപ്രമാണം പഠിച്ചെങ്കിലും ന്യായപ്രമാണത്തിൽ പറയുന്നവനെ സ്തോത്രം ശൗലിനെ അറിയത്തില്ല. സ്തോത്രം. ഇതുപോലെ നമ്മൾ പലപ്പോഴും അവൻ ന്യായപ്രമാണം പഠിച്ചു, ഗമാലിയേലിൻ്റെ പാദപ്പെടുത്തി ലഭ്യമാകാൻ കഴിവുള്ള സാധ്യതയുള്ള എല്ലാ ലോയുടെ മോസ്റ്റ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ തനിക്കുണ്ട്. പക്ഷെങ്കിൽ ന്യായപ്രമാണത്തിൽ പറയുന്നവനെ കാണാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സ്തോത്രം ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് സൂര്യനെ വെല്ലുന്നൊരു വെളിച്ചം അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ശൗല് ചോദിച്ചൊരു പദമുണ്ട്, നീ ആരാകുന്നു കർത്താവേ? എനിക്ക് നിന്നെ ഇതുവരെ അറിയത്തില്ല. ന്യായപ്രമാണം അറിയാം, തിയോളജി അറിയാം, എനിക്ക് മറ്റു പല ശാസ്ത്രങ്ങളും അറിയാം, പക്ഷെ അറിയേണ്ടവനെ അറിയാൻ എനിക്ക് പറ്റിയിട്ടില്ല. സൂര്യനെ വെല്ലുന്നൊരു വെളിച്ചം അവൻ്റെ മേൽ ഇറങ്ങി വന്നു. അവൻ ചോദിച്ച പദം ഇതാണ്, നീ ആരാകുന്നു കർത്താവേ? അതിനൊരു മറുപടി സ്വർഗത്തിൽ നിന്ന് അവന്റെ മേൽ വെളിപ്പെട്ടു വന്നത് ഇങ്ങനെയാണ്, നീ ഉപദ്രവിക്കുന്ന നസ്രേനായ യേശുവാ ഞാൻ. ഹല്ലേലൂയ. അതുവരെ അറിയേണ്ടവനെ അവൻ അറിഞ്ഞില്ല. അറിയാത്തത് കൊണ്ട് അവന്റെ നാമത്തെ അവൻ തകർക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അന്ന് മുതൽ ആ ദമസ്കോസിന്റെ പടിവാതിൽക്ക മുതൽ ശൗലാലു മാറി, അവൻ പൗലോസായി മാറി. ഇന്ന് രാത്രിയിലെ ഇതിന്റെ അകത്ത് അങ്ങനെ കൊതിയുള്ള ചിലതിന്റെ മേൽ ദൈവിക എൻകൗണ്ടറുകൾ നടക്കട്ടെ. ഇന്ന് രാത്രി പ്രാർത്ഥിക്ക്, അതര തുറന്ന് ദൈവത്തോട് പറ, ലോർഡ് I can't take another step without an encounter. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ദൈവം നിന്നെ തൊടും. ഹല്ലേലൂയ. നമ്മുടെ ആത്മകണ്ണുകൾ തുറന്നു കിട്ടണം. പൗലോസിന്റെ കണ്ണീന്ന് ചെതുമ്പല് പോലും സാധനം താഴെ പോയി.
അപ്പോഴാണ് ശരിക്കും ആരെ കണ്ടത്? യേശുവിനെ കണ്ടത്. ഇന്ന് രാത്രി നമ്മുടെ കണ്ണീന്ന് കർത്താവിനെ കാണാതെ മറയ്ക്കുന്ന സകല ചെതുമ്പലുകളും, വാട്ട് എവർ ഈസ് ഹോൾഡിങ് ദാറ്റ് പെർഫെക്റ്റ് വിഷൻ, ഹല്ലേലൂയ ഓഫ് ദി ലോർഡ്, ഇന്ന് രാത്രി അത് നമ്മെ വിട്ടു മാറട്ടെ. ഞാൻ ഇന്ന് രാത്രി പ്രാരംഭ മിനിറ്റുകളിൽ ഇന്ന് രാത്രി ആരോടോ ഇടപെടുകയാണ്. ഇന്ന് രാത്രി മൂടുപടങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവിനെ കാണേണ്ട പോലെ നിന്റെ പുരുഷായുസിന്റെ അകത്ത് അറിയേണ്ടതെല്ലാം അറിഞ്ഞാലും അറിയേണ്ടവനെ അറിഞ്ഞില്ലെങ്കിൽ, നിന്റെ ജീവന്റെ ഉടയവനെ അറിഞ്ഞില്ലെങ്കിൽ, അവൻ നിന്റെ പുരുഷായുസ് നഷ്ടമായി പോകും. വചനം പറയുകയാണ്, സർവ്വലോകവും നേടിയിട്ടും ആമേൻ ഹല്ലേലൂയ സൃഷ്ടാവിനെ അറിയാൻ പറ്റിയില്ലെങ്കിൽ, കർത്താവിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ, നിന്റെ പുരുഷായുസ് വ്യർത്ഥമായി മാറി. രാമൻ പറഞ്ഞ് ഇന്ന് രാത്രി അറിയേണ്ടവനെ അറിയണം. ഹല്ലേലൂയ. നമുക്കൊന്നും അറിയത്തില്ലേലും സ്തോത്രം, അറിയേണ്ടവനെ അറിഞ്ഞാൽ ആ പുരുഷായുസ് ധന്യമായി മാറി. സ്തോത്രം. എൻ്റെ ജീവിതത്തിന് അത് വളരെ ഞാൻ കാണാനും പഠിക്കാനും എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ഒരു വിദ്യാഭ്യാസവും ഇല്ല, സ്തോത്രം, ഒരു ക്വാളിഫിക്കേഷനും ഇല്ല, ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല, സ്തോത്രം. പക്ഷെങ്കിൽ അറിയേണ്ടവനെ അറിയാം, സ്തോത്രം. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? അവരുടെ ലൈഫ് ഞാൻ ക്ലോസ്ലി വർഷങ്ങൾ സ്തോത്രം ക്ലോസ്ലി എക്സാമിൻ ചെയ്തതിനകത്ത് എനിക്ക് മനസ്സിലായി, അപ്പന് വിദ്യാഭ്യാസമില്ല, അപ്പന് കൾച്ചർ പറയാനില്ല, അപ്പന് ലാംഗ്വേജ് എഫിഷ്യൻസി ഇല്ല, അപ്പന് ക്വാളിഫിക്കേഷൻ ഇല്ല, അപ്പന് ഇംഗ്ലീഷ് അറിയത്തില്ല. പക്ഷെ തലമുറകളെ കരങ്ങളെടുക്കാൻ തുടങ്ങി, തലമുറകളെ ഉന്നതങ്ങളിൽ വാഹനമേറ്റാൻ തുടങ്ങി. എന്നതറിയാമോ? അറിയേണ്ടവനെ അറിഞ്ഞെന്ന് ഇന്ന് രാത്രി ആദരം തുറന്ന് പറഞ്ഞ്, എന്റെ ആയുസ്സിൽ എനിക്ക് അറിയേണ്ടവനെ അറിയാൻ, പിതാവിന്റെ ആത്മക്കണ്ണുകളെ തുറന്നു തരാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുന്ന രാത്രി, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ദൈവത്തെ നമ്മുടെ ബുദ്ധി കൊണ്ട് അറിയാനൊക്കത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ നല്ല സമയം ബുദ്ധി കൊണ്ട് ദൈവത്തെ അറിയാൻ ശ്രമിച്ചു, നടക്കുകയല്ല. നമ്മുടെ കൊച്ചു പീനട്ട് ബ്രെയിനും കൊണ്ട് ദൈവത്തെ, ഈ സകലതും വാക്കുകൾ കൊണ്ട് വിളിച്ചു വരുത്തിയ ദൈവത്തെ, സ്തോത്രം ഹല്ലേലൂയ. റോമലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, സ്തോത്രം ഹല്ലേലൂയ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ അറിയാവുന്നവർ പറഞ്ഞ് വചനം പറയുമ്പോൾ ചേർന്ന് പറഞ്ഞോണം. സ്തോത്രം. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തും. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയാണ്. ഇന്ന് രാത്രി ആരാധനയ്ക്ക് ദൈവത്തെ നീ ആരാധിക്കുമ്പോൾ മനസ്സിലാക്കുന്നതിന്റെ അപ്പന്റെ പ്രത്യേകത, നീ സേവിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകതയാ. ഇല്ലാത്തത് അവൻ ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. ആമേൻ. ഇല്ലാത്തത് ഇന്ന് രാത്രി ആരാധനയ്ക്കകത്ത്, നിന്റെ ജീവിതത്തിനകത്ത് കുറവായുള്ളതിനെ അവൻ ഇന്ന് രാത്രി ദൈവം വിളിച്ചു വരുത്തുന്ന രാത്രിയായി മാറട്ടെ. ചിലതിനെ നിന്റെ ജീവിതത്തിനകത്ത് അവൻ വിളിച്ചു കൊണ്ടുതരുന്ന രാത്രിയായി യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഇന്ന് രാത്രി ആരാധനയ്ക്കകത്ത് ദൈവിക എൻകൗണ്ടറുകൾ നടക്കട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. രാമൻ പറഞ്ഞേ, എന്നെ സൗണ്ട് നന്നായി കേൾക്കാമോ പറയാതിരിക്കുന്നവർക്ക്? റൈറ്റ്. ഹല്ലേലൂയ. ഓക്കെ. ദൈവത്തിന്റെ പ്രത്യേകത, ഇല്ലാത്തത് ഉള്ളതുപോലെ വിളിച്ചു വരുത്തി തരും. മരിച്ചതിനെ, ഇന്ന് രാത്രി വചനം വെറുതെ പറയുകയല്ല, മരിച്ച വിഷയം നിന്റെ മുമ്പിൽ എഴുന്നേറ്റ് വരും. നിന്റെ മരിച്ച വിഷയം, തീർന്നെന്ന് പറഞ്ഞ വിഷയം ഇന്ന് രാത്രി നീ വിശ്വസിക്കാമെങ്കിൽ നിന്റെ മുമ്പിൽ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. നിന്റെ ചില വാക്തത്വമുണ്ടല്ലോ, അത് മരിച്ചെന്നാ ലോകം പറയുന്നത്, നിന്റെ ബുദ്ധി പോലും പറയുന്നത് തീർന്നെന്ന്. എന്നാ രാത്രി കർത്താവ് പറയുകയാണ്, ഇല്ല കുഞ്ഞെ, അത് മരിച്ചിട്ടില്ല, അത് നിന്റെ മുമ്പിൽ ജീവിച്ചെഴുന്നേൽക്കും, ജീവൻ പ്രാപിച്ചെഴുന്നേൽക്കും. ഇന്ന് രാത്രി ചില വിഷയം ജീവൻ പ്രാപിച്ചെഴുന്നേൽക്കാൻ പോകുകയാ, ജീവൻ പ്രാപിച്ചെഴുന്നേൽക്കാൻ പോകുകയാ. ചില വിഷയം ജീവൻ പ്രാപിച്ച് ഇന്ന് രാത്രി ആത്മാവിൽ ദൂതേറ്റെടുത്തോളാം. ചില വിഷയങ്ങൾ ജീവൻ പ്രാപിച്ചെഴുന്നേൽക്കാൻ പോകുകയാ. ചിലത് ജീവൻ, ചിലതിന്റെ മേൽ ദൈവത്തിന്റെ ജീവൻ ഇന്ന് രാത്രി വരികയാ. ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ജീവൻ ഇന്ന് രാത്രി വരികയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഉടനെ പ്രാരംഭ മിനിസ്ട്രികളിൽ ദൈവം ആരോടൊക്കെ ഇടപെടുകയാണ്.
ചില വിഷയങ്ങൾ ഈ ആത്മാവിൽ കൈകാര്യം ചെയ്യുകയാണ്. ചില വിഷയങ്ങൾ ഇന്ന് രാത്രി എന്നോട് ഞാൻ ആവർത്തിച്ച് കേൾക്കുകയാ. ചിലത് നിന്റെ മുമ്പിൽ ജീവൻ പ്രാപിക്കാൻ പോകുകയാ, ജീവൻ പ്രാപിക്കാൻ പോകുകയാ. ചില കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കാൻ പോകുകയാ. മരിച്ച വിഷയമാണെന്ന് നിന്റെ മനസ്സ് പറയുന്നത് ഇല്ല, അത് മരിച്ചിട്ടില്ല. നാം സേവിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത, അവൻ ഹല്ലേലൂയ, മരിച്ചതിനെ അവൻ അടക്കാനല്ല പറയുന്നത്. മരിച്ചതിനെ നീ എന്റെ അടുക്കൽ കൊണ്ടുവാ, ഞാൻ നിനക്കതിനെ ജീവനോടെ തരാം. മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ദൈവം. രാമൻ പറഞ്ഞേ, മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ദൈവം. ഇന്ന് രാത്രി ചില വിഷയങ്ങൾ, ചില സാഹചര്യങ്ങൾ, ചില സിറ്റുവേഷനുകൾക്കകത്ത് ജീവൻ വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ. അവൻ നിന്റെ മുമ്പിൽ ഇല്ലാത്തതാണെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു വരുത്തി തരും. വിളിച്ചു വരുത്തും. ചിലത് ദൈവം ചിലത് വിളിച്ചു വരുത്തും. വിശ്വസിക്കാമോ? ദൈവജനത്തിൻ്റെ അകത്ത് ഒരു വാക്ക് പോലും വെറുതെ ഇല്ല. വിളിച്ചു തരും, വിളിച്ചു വരുത്തും. ഞാൻ ഈ പദം പറയും, എനിക്കറിയാം സംതിങ് ഈസ് ഹാപ്പനിങ് ടുനൈറ്റ്. ദൈവം എന്നെ അത് പറയാമെന്നതല്ല, ദൈവം എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നു രാത്രി. ഹല്ലേലൂയ. അബ്രഹാമേ, അവൻ 100 വയസ്സായില്ലേ, അവൻ തീർന്നെന്നല്ല എല്ലാരും പറയുന്നത്. അവൻ പക്ഷെ ഇന്ന് രാത്രി അവൻ വചനം പറയുക, അബ്രഹാം ആശയ്ക്ക് വിരോധമായി, യേസ് ഒഴുക്കിന് അനുകൂലമായി നീന്താനല്ല നിന്നെ വിളിച്ചത്, ഒഴുക്കിനെതിരെ നീന്തുന്ന രാത്രി, ഒഴുക്കിനെതിരെ കയറുന്ന രാത്രി. എല്ലാരും തീർന്നെന്ന് പറയുമ്പോൾ ആമേൻ അല്ല നീ പറയേണ്ടത്. നീ പറയണം, എന്റെ ദൈവം ഇല്ലാത്തത് വിളിച്ചു തരും, ഉള്ളതുപോലെ വിളിച്ചു തരും. രാമൻ പറഞ്ഞേ, ഇന്ന് രാത്രി ആരാധനയ്ക്കകത്ത് ദൈവം അങ്ങനെ എന്തൊക്കെ ചെയ്യുക. അവയവം ഇല്ലെങ്കിൽ അവയവം വിളിച്ചു തരും. മരിച്ച വിഷയം ജീവിച്ചെഴുന്നേൽക്കും. ഞാൻ ഈ പ്രാരംഭ മിനിറ്റുകൾ പറഞ്ഞ ദൂതുകൾ ഈ ആഴ്ച ചില ജീവിതത്തിനകത്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. രാമൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി എല്ലാവരോടും അല്ല പറഞ്ഞത്, ഇത് ആത്മാവിൽ പിടിക്കാൻ പ്രാപ്തിയുള്ളവരോടാ പറഞ്ഞത്. യേശുവിൻ്റെ അധികാരമുള്ള ചരിത്രം മാറട്ടെ. നിന്റെ ജീവിതത്തിനകത്ത് അടഞ്ഞത് തുറക്കട്ടെ, അടഞ്ഞത് ഓപ്പൺ ആകട്ടെ. ചിലത് ഓപ്പൺ തുറന്നു വരട്ടെ. രാത്രി തുറന്നു വരിക. ചില ഭാവിയുടെ മേൽ പിശാച് വെച്ച അടവുകൾ അടഞ്ഞു കിടക്കുന്നത്. ഇന്ന് രാത്രി ഈ പ്രാരംഭ മിനിറ്റുകളിൽ തുറന്നു വരാൻ നസ്രേനായ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുക. In the mighty name of Jesus. തുറന്നു വരട്ടത്. കുടുംബങ്ങളുടെ മേൽ, വ്യക്തികളുടെ മേൽ ഡോറുകൾ ഓപ്പൺ ആകട്ടെ. രാത്രി ഭാവിയുടെ മേൽ ഡോറുകൾ ഓപ്പൺ ആകട്ടെ. രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹുഡലമന ശമനരഗദന ഗഡഗ അദുനി ഘടഗദന ഗഡഗ അമവദിരദുൽ ഗഡഗ ശൈദേ അബാബല ദൂതന് രാത്രി ഏറ്റെടുക്ക്. ഓപ്പൺ ആകട്ടെ ചിലത്, ഓപ്പൺ ആകട്ടെ ചിലത്. ഇന്ന് രാത്രി ഓപ്പൺ ആകട്ടെ. നിന്റെ മുമ്പിൽ കൊട്ടിയടച്ച വാതിലുകൾ, നിന്റെ മുമ്പിൽ കൊട്ടിയടച്ച ഡോറുകൾ, ആരോ ഒക്കെ വാക്കുകൾ കൊണ്ട്, ആരൊക്കെയോ വാക്കുകൾ കൊണ്ട് കൊട്ടിയടച്ച ഡോറുകൾ ഇന്ന് രാത്രി തുറക്കപ്പെടട്ടെ, തുറന്നു വരട്ടെ. നിന്റെ ആദരം കൊണ്ട് പറ, തുറക്കാൻ നീ കൽപ്പിക്ക. നിന്റെ ആദരം കൊണ്ട് നീ പറ, ആമേ തുറന്നു വരാൻ കൽപ്പിക്ക. ചിലത് ഓപ്പൺ ആകട്ടെ, ചിലത് ഓപ്പൺ ആകട്ടെ. വാഗ്ദത്തങ്ങളുടെ ഡോറുകൾ ഇന്ന് രാത്രി ഓപ്പൺ ആകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹുഡലമന സംഭവദിക ജലരഗഡഗസി. Hallelujah, glory to God. നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളിൽ ഒന്ന്, Lord, I need to know personally. Hallelujah, വ്യക്തിപരമായി നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം. ഒരു വർഷം കൂടെ നമ്മളെ വിട്ടു പോവുക. കർത്താവ്, എനിക്ക് വ്യക്തിപരമായി കർത്താവിനെ അറിയണം. ഇത് നമ്മുടെ പ്രാർത്ഥനയായി മാറണം, നമ്മുടെ വാഞ്ചയായി മാറണം. ഈ ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത, എല്ലാവർക്കും എല്ലാം കിട്ടുകയല്ല. വാക്കത്തം ഉണ്ടായിരിക്കാം, എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നില്ല. കിട്ടണമെങ്കിൽ
ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളുണ്ട്. ബലാത്കാരികൾ, ഉറക്കെ പറ, വചനം ഉറക്കെ പറ, ബലാത്കാരികൾ. കാരണം നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലേ വചനം കേൾക്കുന്നുള്ളൂ, ബൈബിൾ തുറക്കാറേ ഇല്ലെന്ന എൻ്റെ ചിന്ത. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയിപ്പിക്കുന്നത്. ബലാത്കാരികൾ ആണോ? തപ്പൽ കണ്ടപ്പോഴേ എനിക്കറിയാം, ബാക്കി അറിയത്തില്ല. ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി ഞാൻ പറയാൻ നിൽക്കുക. നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ബലാത്കാരികൾ, ബലാത്കാരേണ. അപ്പം കണ്ടോ, ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിളാ. ചുമ്മാതെ കൈ വരികയല്ല, നീ എന്ത് ചെയ്യണം? ചിലത് പിടിക്കണം, നമ്മൾ ചോദിക്കണം ചിലത്. അത് ഈ യാക്കോബ് നല്ല ഉദാഹരണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞതാ. യാക്കോബ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, ദൈവം എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടത്തില്ല. ആ പ്രാർത്ഥനയ്ക്ക് അടുത്ത ഓണത്തിനാണോ മറുപടി കിട്ടിയത്? ആണോ? അല്ല, അന്ന് പകൽ മറുപടിയായി. ഇന്ന് രാത്രിയും ചിലതിന് മറുപടി ആകട്ടെ. ഇന്ന് രാത്രി ചില വിഷയങ്ങൾക്ക് മറുപടി വരട്ടതിനകത്ത് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാ. ലോർഡ്, ഐ നീഡ് ടു നോ പേഴ്സണലി. ഈ കർത്താവിനെ അടുത്ത് എന്ന് പറഞ്ഞാൽ കർത്താവ് നിന്റെ കൂടെ ഇറങ്ങി നിൽക്കുന്ന അനുഭവം. ഹല്ലേലൂയ. അത് നമ്മൾ ചോദിക്കണം നമ്മൾ കർത്താവിനോട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള എൻകൗണ്ടറുകളാണ് നമ്മളെ ക്രിസ്ത്യ ജീവിതത്തിനകത്ത് നിലനിർത്തുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ അനുഭവത്തിൽ തുടരേണ്ടി വരും. ഞാനതാ പലപ്പോഴും പറയാറുള്ളത്, യഹോവ ഇരയായ ദൈവമാണെന്ന് നമുക്ക് പറയാം, പ്രസംഗിക്കാം. അതാരുടെ അനുഭവമാണ്? അബ്രഹാമിൻ്റെ അനുഭവമാണ്. സ്തോത്രം. പക്ഷേ യഹോവ ഇര, എൻ്റെ ദൈവം യഹോവ ഇരയാണെന്ന് പറയണമെങ്കിൽ സാഹചര്യങ്ങൾക്ക്, താഴ്വരകൾക്കകത്ത് ദൈവിക ഇടപെടലുകളെ നീ വ്യക്തിപരമായി അനുഭവിക്കണം. അങ്ങനെ അനുഭവിച്ചവൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിന്റെ ഏത് സാഹചര്യം, സമാനമായ സാഹചര്യം വരുമ്പോൾ നീ വഴുതി പോകത്തില്ല. നീ പറയും, എനിക്കൊരു കാര്യം നന്നായി അറിയാം. ആരും നിന്നോട് അന്നേരം സുവിശേഷം പറയണ്ട, ആരും നിന്നോട് പറഞ്ഞു തരണ്ട. നീ പറയും, എനിക്കൊരു കാര്യം നന്നായി അറിയാം. ഞാൻ സേവിക്കുന്നവൻ യഹോവ ഇരയാണ്. അവനെ നീ കട്ടത്തിൽ താങ്ങുമെന്ന്, അവനെ കരുതുമെന്ന് നിന്റെ അകത്തളങ്ങൾക്കകത്തൊരു ബോധ്യമുണ്ടാകും. ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ യേശു നമ്മുടെ അനുഭവമായി മാറട്ടെ. യേശു നമ്മുടെ ആരാധനയ്ക്കകത്ത് അവനെ വ്യക്തിപരമായി അനുഭവിച്ചറിയുന്ന ആരാധനയായി യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പരിശുദ്ധാത്മാവിനെ എന്തിനാ നമുക്ക് എന്നറിയാമോ? ഈ എക്സ്പീരിയൻസിന് വേണ്ടിയാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ അവൻ എന്തിനാ നമുക്ക് തന്നെന്നറിയാമോ? നിങ്ങളും ചിന്തിച്ചു നോക്കിക്കേ. കർത്താവായ യേശു ക്രിസ്തു ഇന്ന് രാത്രിയിലും ഫിസിക്കലി ജഡത്തിലുണ്ടായിരുന്നെങ്കിൽ കർത്താവിനെ ഒന്ന് കാണണമെങ്കിൽ നമ്മൾ എവിടെ പോകണമെന്നറിയാമോ? പലസ്തീനിൽ പോകണം, യെരൂശലേമിൽ പോകണം. ആ പോയാൽ എന്നാ ക്യൂ ആയിരിക്കും, മനസ്സിലായോ? രോഗികളും പലവിധ രോഗികളെല്ലാം സൗഖ്യമാകാൻ നിൽക്കും. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഞാൻ പോകും നിങ്ങൾക്ക് പ്രയോജനം. സ്തോത്രം. ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ എന്നേക്കും. സ്തോത്രം. ഹല്ലേലൂയ. നീ പലസ്തീനിലാണേലും, നീ ന്യൂയോർക്കിലാണേലും, നീ നോർത്ത് ആംപ്ടണിലാണേലും, സ്തോത്രം, നീ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ അകത്താണേലും, നീ ഇന്ത്യയുടെ ഭൂഖണ്ഡത്തിൻ്റെ അകത്താണെങ്കിലും, നീ എവിടെയാണെങ്കിലും, ലോകത്തിൻ്റെ ഏതു മുക്കിലും മൂലയ്ക്കുമാണെങ്കിലും, സ്തോത്രം, എനിക്ക് പകരക്കാരനായി ഞാൻ ഒരുവനെ നിനക്ക് തരികയാണ്. അവൻ ആരാന്നറിയാമോ? പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രി ഹല്ലേലൂയ ബോധ്യമുള്ള നാമേ പറഞ്ഞേ, അവൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാകട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നിനക്ക് അനുഭവമായി മാറണം. ഹല്ലേലൂയ. യേശു നിനക്ക് അനുഭവമായി മാറട്ടെ. ഇന്ന് രാത്രി പ്രാരംഭ മിനിറ്റുകൾ ആരോടൊക്കെ ഇടപെടുകയാണ്. യേശു നിനക്കൊരു അവൻ അനുഭവമായി മാറട്ടെ. ഇതൊരു അഡിക്ഷൻ പോലെ. ഒരിക്കൽ സാന്നിധ്യം നീ അനുഭവിച്ച പിന്നെ നിനക്ക് സാന്നിധ്യമില്ല, തുടരാനൊക്കത്തില്ല. അതാ ഞാൻ അനുഭവിച്ചത്. സാന്നിധ്യം ഒരിക്കൽ നീ അനുഭവിച്ച ഈ പൗലോസിനെ നോക്കിയേ, ഒറ്റ പ്രാവശ്യം സൂര്യനെ കവിയുന്ന വെളിച്ചം തന്നെ മേലടിച്ചതേ ഉള്ളൂ. പിന്നെ കർത്താവിനെ വിട്ട് മാറിയിട്ടില്ല പൗലോസ്. എന്തെല്ലാം അടി കൊണ്ടു, എന്തെല്ലാം ഇടി കൊണ്ടു, എന്തെല്ലാം കല്ലേറി, എന്തെല്ലാം സഹിച്ചു. നെവർ ടേൺ ബാക്ക്. എന്നാ പറയുന്ന അറിയാമോ? അതുകൊണ്ട് ആ പാട്ടുകാരൻ പറഞ്ഞു, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. ഒന്ന് പാടാവോ? I have decided, പാടിക്കേ. No turning back, no turn.
I have decided to follow Jesus. I have decided to follow Jesus. ചേർന്ന് പാടിക്കേ. I have this to follow Jesus. No turning back. No turning back. No turning back. No turning back. യേശുവിൻ പിൻപേ പോകാനുറച്ചു. യേശുവിൻ പിൻപേ പോകാനുറച്ചു. യേശുവിൻ പിൻപേ പോകാനുറച്ചു. പിന്മാറാതെ ഞാൻ മാറാതെ. പിന്മാറാതെ ഞാൻ മാറാതെ. പിന്മാറാതെ ഞാൻ മാറാതെ. രാമൻ പറഞ്ഞേ. അതുകൊണ്ട് പാട്ടുകാരൻ പാടുന്നത് വേർപിരിയാൻ കഴിയുകയില്ല എനിക്ക്. എന്ത് ചെയ്യാനൊക്കത്തില്ല? വേർപിരിയാൻ കഴിയത്തില്ല. അതാ ബന്ധത്തിൻ്റെ പ്രത്യേകത. ആ ബന്ധങ്ങൾക്കകത്ത് കയറാൻ ദൈവം നമ്മെ സഹായിക്കും. ഈ രാത്രി ആരാധനയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് രാത്രി ആരാധനയ്ക്ക് നമ്മുടെ സിൽവർദിൻ്റെ മകൻ അലോഷി ഓർത്ത് സ്തോത്രം ചെയ്യും. താങ്ക് യു സോ മച്ച് അലോഷി ഫോർ കമ്മിങ് ആൻഡ് ജോയിനിങ് വിത്ത് us. പ്രിയ അനുഗ്രഹിക്കപ്പെട്ട ചെറുപ്പക്കാരനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഞാൻ അലോഷിയെ പോയി ഒരിക്കൽ കണ്ടിട്ടുണ്ട്, പിന്നൊന്ന് കാണാൻ അവസരം കിട്ടിയിട്ടില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചെറുപ്പക്കാരൻ പ്രിയ സിൽവർദിൻ്റെ ബിന്ദു സിസ്റ്റർ ദൈവദാനമായി 2 തലമുറകൾ കൊടുത്തിരിക്കുന്നു. പ്രിയ മോനി രാജ്യത്തായിരിക്കുന്നു. ഇന്ന് രാത്രി ആരാധന സംബന്ധിക്കുന്ന ഓർത്ത് സ്തോത്രം. കർത്താവ് പ്രിയ കുടുംബത്തെ ധാരാളമായിട്ട് അനുഗ്രഹം. എല്ലാവർക്കും നന്ദി പറയുകയാണ്. നമ്മൾ സാധാരണ ചെയ്തു വരുന്ന സമയം അല്പം പോയെന്ന് എനിക്കറിയാം. സ്തോത്രം സ്തോത്രം. ഈ ഡിക്ലറേഷൻസ് ഒന്നും നമുക്ക് പെട്ടെന്ന് ആമേൻ. വി വിൽ ഡിക്ലെയർ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ വീടുകൾ ഡിക്ലറേഷൻസ് ദൈവത്തിൻ്റെ വചനം ഡിക്ലെയർ ചെയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ വീടുകൾക്കകത്ത് ഡിക്ലെയർ ചെയ്യാറുണ്ട്. സ്തോത്രം സ്തോത്രം. അങ്ങനെ ദൈവത്തിൻ്റെ വചനം ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ അകത്ത് അത് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നെങ്കിൽ വചനത്താലേ ഉണ്ടാകത്തുള്ളൂ. ഒന്ന് അതിനകത്തോണ്ട് ഡിക്ലെയർ ചെയ്താട്ട് ഐ എം ജസ്റ്റിഫൈഡ്, മെയ്ഡ് റൈച്ചസ്, മെയ്ഡ് പെർഫെക്റ്റ്, മെയ്ഡ് ഹോളി, made child of God, seated in the heavenly places through the blood of Jesus. നമ്മെ ഇരുത്തിയത് എവിടെയാണ്? സ്വർഗ സ്ഥലങ്ങൾ ഇരുത്തിയിരിക്കുകയാണ്. through the blood of Jesus. നമ്മുടെ പ്രവൃത്തിയാലല്ല, യേശുവിന്റെ രക്തത്താൽ. യേശു മരിച്ചു, ഞാനും കർത്താവിന്റെ കൂടെ മരിച്ചു. യേശു അടക്കപ്പെട്ടു, ഞാൻ കർത്താവിന്റെ കൂടെ അടക്കപ്പെട്ടു. യേശു ഉയർത്തെഴുന്നേറ്റു, ഞാൻ കർത്താവിന്റെ കൂടെ ഉയർത്തെഴുന്നേറ്റു. I am a new creation. Through the resurrection of my Lord Jesus. I am one with my Lord Jesus. In spirit. ഞാനും കർത്താവും ഒന്നാ. സ്തോത്രം. Hallelujah. My body is a temple of the Holy Spirit. Redeemed, cleansed, sanctified by the blood of Jesus. Redeemed, cleansed and sanctified by the blood of Jesus Christ. Parts of my body, all parts of my body are instruments of righteousness to God. Of righteousness of God. Power of God dwells in me. അവനോട് പറഞ്ഞ power of God dwells in me. വചനം പറഞ്ഞെന്ന് അറിയാമോ? യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് എവിടെ വസിക്കുക? എന്നിൽ വസിക്കുക. Hallelujah. Power of God dwells in me. Life of God dwells in me. ദൈവത്തിന്റെ ജീവൻ നമ്മുടെ അകത്തിരിക്കുകയാണ്. Amen. Devil has no place in me. No power over me. No unsettled claims against me. I overcome Satan. By the blood of Jesus. And by the words of my testimony. Hallelujah. എന്നിലിരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലുതാണ്. ഒന്നുകൂടെ പറഞ്ഞ എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. Hallelujah. Glory to God. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് ഒന്നിച്ചു വരാം. ഈ വർഷത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. സ്തോത്രം. വളരെ വേഗത്തിൽ നമ്മൾ 2 ആഴ്ചകൾ എടുത്ത ഭാഗം വീണ്ടും
ദൈവത്തിൽ ആശ്രയിച്ച് ആ ഭാഗം വീണ്ടും തൊടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ഭാഗങ്ങൾ എടുത്തു വന്ന സമയത്ത് ഞാൻ പർപ്പസ്ലി വന്നൊരു വിഷയമല്ല. ഞാൻ സാധാരണ ഒരു വിഷയം തപ്പിപ്പിടിക്കാറില്ല. ദൈവം എന്നെ ഏതെങ്കിലും വിഷയങ്ങൾക്കകത്ത് കൊണ്ടിടുകയാണ് സാധാരണ പതിവ്. ആ വിഷയമാണ് സഭയ്ക്ക് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കാറുള്ളത്. കഴിവുള്ളത്തോളം ഒന്ന് പ്രസംഗിച്ചത് രണ്ടാമത് പ്രസംഗിക്കാൻ എനിക്ക് അറിയത്തില്ല, കാരണം അന്നേരം കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ലൈവായിട്ട് ചർച്ച ഞാൻ തരാൻ ആഗ്രഹിക്കാറുണ്ട്. നമ്മൾ ധ്യാനിച്ചു വന്ന ഭാഗങ്ങൾ ഇതാണ്. ദൈവത്തിൻ്റെ യാഗപീഠങ്ങൾ എന്നുള്ള വിഷയമാണ്. ദ ഓൾട്ടേഴ്സ് ഓഫ് ഗാഡ് എന്ന വിഷയമാണ് നാം ചിന്തിച്ചു വന്നത്. പഴയ നിയമത്തിൻ്റെ അകത്ത് യാഗപീഠങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യാഗപീഠങ്ങൾക്ക് പ്രാധാന്യമില്ല എന്നൊരു ചിന്ത. സ്തോത്രം. ഫിസിക്കൽ ഓൾട്ടേഴ്സ് അല്ലെങ്കിൽ യാഗപീഠങ്ങൾ പുതിയ നിയമത്തിൻ്റെ അകത്ത് ഇല്ലാത്തത് കൊണ്ട് പുതിയ നിയമത്തിൻ്റെ അത് യാഗപീഠങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അങ്ങനെയല്ല, പുതിയ നിയമത്തിൻ്റെ അകത്ത് യാഗപീഠങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. സ്തോത്രം. ഇന്ന് ഈ ദിവസങ്ങൾ നാം അതാണ് ധ്യാനിച്ചു വരുന്നത്. നമ്മൾ വായിച്ചു വന്ന കൃവാക്യം ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. 1 മുതൽ 7 വരെ വാക്യമാണ്. 7-ാമത്തെ വാക്യം ഓടിച്ച് ഒന്ന് വായിച്ചാൽ, അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവനെന്ന് പറഞ്ഞിരിക്കുന്നത് യാക്കോബിനെ കുറിച്ചാണ്. സ്തോത്രം. യാക്കോബ് ലാബാന്റെ ഭവനത്തിൽ നിന്ന് മടങ്ങി വാഗ്ദത്തത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, ഏശാവ് തൻ്റെ ജ്യേഷ്ഠൻ തനിക്കൊരു ഭയമായിരുന്നു. ആ ഭയം സ്തോത്രം യാബോക്കിൻ്റെ കടവിൽ വെച്ച് സ്തോത്രം ദൈവത്തോട് മല്ലുപിടിച്ചു. ദൈവനെ അനുഗ്രഹിച്ചു. യാക്കോബ് ഇസ്രായേലായി മാറി. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, യാക്കോബ് സ്തോത്രം അവിടെ വെച്ചൊരു യാഗപീഠം പണിതു. തൻ്റെ സഹോദരൻ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവൻ അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് എൽ ബദേൽ എന്ന് പേരിട്ടു. സ്തോത്രം. യാക്കോബ് പണിത യാഗപീഠത്തെക്കുറിച്ച് നാം വായിച്ചത് പുതിയ നിയമത്തിൻ്റെ അകത്തുനിന്നും ഒരു വാക്യം വായിക്കാം. റോമലേഖനം 12-ാം അധ്യായം 1-2 വാക്യാംശം ശബ്ദം ഉയർത്തി വായിച്ചാൽ പുതിയ നിയമത്തിന്റെ അകത്തുനിന്ന് റോമലേഖനം 12-ാം അധ്യായം 1-2 വാക്യാംശം. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. അപ്പോൾ നോക്കിയേ, പുതിയ നിയമത്തിന്റെ അകത്ത് വന്നപ്പോൾ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. പഴയ നിയമത്തിന്റെ അകത്ത് നമുക്കുള്ളത് കൊണ്ടാണ് ആലയത്തിലേക്ക് പോകേണ്ടത്, യാഗമർപ്പിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഹാബേലിന്റെയും സ്തോത്രം കായിന്റെയും ചരിത്രം അറിയാം. ഹാബേൽ തനിക്കുള്ളതിനും കായീൻ തനിക്കുള്ളതിനും യാഗവസ്തുവിനെ കൊണ്ട് ദൈവസ്ഥ യാഗമാക്കി മാറ്റി. അവൻ തനിക്കുള്ളത് കൊണ്ടാ പോകുന്നത് എന്ന് പറഞ്ഞാൽ സ്തോത്രം ഹല്ലേലൂയ, അവരുടെ കയ്യിൽ ദൈവം കൊടുത്തിരിക്കുന്ന വസ്തുവാണ്. കാരണം പഴയ നിയമത്തിനകത്ത് വ്യക്തികൾ they are not completely redeemed. സ്തോത്രം. അതുകൊണ്ട് അവൻ ഹല്ലേലൂയ അവർക്കുള്ളതിന് സ്തോത്രം ദൈവസ്ഥ യാഗമർപ്പിക്കുക. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കുള്ളത് മാത്രമല്ല, എന്തായി മാറണം യാഗം. സ്തോത്രം. വായിച്ചേ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുക. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. അടുത്തിരിക്കുന്ന ആളെ നോക്കിച്ച് പറഞ്ഞ് നിങ്ങൾ. ചിലര് നോക്കിയില്ല. സ്തോത്രം. നിങ്ങൾ സ്പീക്കിംഗ് ഇങ്ങനെ പറഞ്ഞ് ഇത് നിങ്ങളെ കുറിച്ചാണ് പറയുന്നത് പറഞ്ഞാട്ട്. ഇന്ന് രാത്രി വചനം പഠിക്കുക, അതുകൊണ്ട് ഇങ്ങനെ പോവാം. സ്തോത്രം. പറഞ്ഞ് അടുത്തിരി നോക്കിച്ച് പറഞ്ഞ് നിങ്ങളെ കുറിച്ചാണ് പറഞ്ഞ സ്തോത്രം. ഹല്ലേലൂയ. സ്പീക്കിംഗ് അബൌട്ട് യു. ഹല്ലേലൂയ. ഒന്ന് ചിരിച്ചോണ്ട്, ദേഷ്യപ്പെട്ട് പറയല്ല, ചിരിച്ചോണ്ടേ പറയാവൂ. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. ആര് മാറണം? ബുദ്ധി വേണം. ആര് മാറണം? ഞാൻ മാറണം. അപ്പൊ നിങ്ങൾ പറയും, പാസ്റ്റർ ആയിക്കോ, ഞങ്ങളെ രക്ഷപ്പെട്ടു. സ്തോത്രം. പറഞ്ഞേ, ആര് മാറണം? ഞാൻ മാറണം. ആരെ കുറിച്ചാ പറഞ്ഞത്? പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ പറയുക, നിങ്ങൾ ആരെ കുറിച്ചാ? എന്നെ കുറിച്ച്. ഇങ്ങനെ പറഞ്ഞേ, എന്നെ കുറിച്ചാ പറഞ്ഞെന്ന് പറ. ഈ ദൈവവചനം ധ്യാനിക്കും ഇതെല്ലാം നമ്മൾ പേഴ്സണലൈസ് ചെയ്യണം. നമുക്കൊരു ബന്ധമില്ലാതെ പഠിക്കരുത്. ഇത് ദൈവം നമ്മോട് സംസാരിക്കണമെങ്കിൽ അങ്ങനെ പേഴ്സണലൈസ് ചെയ്യണം. ആരെ കുറിച്ച് പറയുക? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ. ആരുടെ ശരീരത്തെയാ? റൈറ്റ്. ഇപ്പം ക്ലിയർ ആയി, മനസ്സിലായോ? ഇങ്ങനെ വചനം പഠിക്കേണ്ടത്. ആരുടെ ശരീരത്തെയാ? എന്റെ ശരീരത്തെ എന്താക്കി മാറ്റണം? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും. അടുത്ത പദം, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും. അപ്പൊ ഈ ലോകത്തിന് നീ അനുരൂപനാകുകയാണെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി മാറുവോ? ഇല്ല. ഈ ലോകത്തിന് അനുരൂപമാകാതെ വായിച്ചേ,
നന്മയും പ്രസാദവും പൂർണ്ണതയും ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവി. നോക്കിയേ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. പുതിയ നിയമത്തിന്റെ അകത്ത് സ്തോത്രം യാഗത്തെ കുറിച്ച് അല്ലെങ്കിൽ ഓൾട്ടറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഗൗരവമുള്ളൊരു പദമാണ് വായിച്ചത്. സ്തോത്രം. നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിച്ച് എവിടെ വരെ ചിന്തിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് എന്താണ് ഓൾട്ടേഴ്സ് സ്ട്രക്ചേഴ്സ്, മെറ്റീരിയൽ ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി ഈ ആഴ്ച കൊണ്ട് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക. അതുകൊണ്ട് ഓൾട്ടേഴ്സ്, കുഞ്ഞുങ്ങൾ ദയവായി ശ്രദ്ധിച്ചാട്ട്, ഓൾട്ടേഴ്സ് മെറ്റീരിയൽ, ഓൾട്ടേഴ്സ് ആർ സ്ട്രക്ചേഴ്സ്, മെറ്റീരിയൽ ഓർ സ്പിരിച്വൽ, men on earth erect either to God or to devil to give authorization and continuity for any spiritual activity here on earth. Altars are structures either spiritual or material. പഴയ നിയമത്തിനകത്താണ് മെറ്റീരിയൽ. പുതിയ നിയമത്തിനകത്ത് ഒരു മെറ്റീരിയൽ ഓൾട്ടേഴ്സ് അല്ല, ഫിസിക്കൽ ഓൾട്ടേഴ്സ് അല്ല, all spiritual altars are. So they are structures men on earth erect either to God or to devil or to Satan, hallelujah, to give authorization and continuity, stotram, for any spiritual activity here on earth. ഭൂമിയിൽ ഒന്നുകിൽ ദൈവത്തിനോ അല്ലെങ്കിൽ പിശാചിനോ പ്രവർത്തിക്കാൻ ആമേൻ ഹല്ലേലൂയ ഓതറൈസേഷൻ കൊടുക്കുകയും ആ പ്രവർത്തനത്തിന് കണ്ടിന്യൂറ്റി കൊടുക്കാനാണ് ഓൾട്ടേഴ്സ് ഇറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദൈവജനത്തിൻ്റെ അകത്ത് നാം ഒത്തിരി ഉദാഹരണം നാം കണ്ടത്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. കായിൻ്റെ ചരിത്രം നാം പഠിച്ചു, നോഹയുടെ യാഗപീഠത്തെക്കുറിച്ച് ശ്രദ്ധിച്ചു, അബ്രഹാം ചെന്നടത്തെല്ലാം യാഗപീഠങ്ങളെ പണിതു. നാം ആ ഭാഗങ്ങൾ ധ്യാനിച്ചതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്ഹാക്കിന്റെ ചരിത്രത്തിലേക്ക് വന്ന ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ട്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം നമ്മൾ ആ ഭാഗം ധ്യാനിച്ചെന്ന് ഞാൻ ഓർക്കുന്നില്ല. 25-ാം അധ്യായം. അവിടെ ഒരു യാഗപീഠം പണിത് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അവിടെ തന്റെ കൂടാരം അടിച്ച്. അപ്പൊ നോക്കിയാൽ ഇവിടെ ആര് യാഗപീഠം പണിയുകയാണ്? ഇസ്ഹാക്ക് യാഗപീഠം പണിയുക. ഇസ്ഹാക്കിന് ഈ വെളിപ്പാട് എവിടെ നിന്ന് കിട്ടിയെന്നറിയാമോ? അപ്പനായ അബ്രഹാമിൽ നിന്ന് കിട്ടിയതാണ്. ഇപ്പോൾ ഇസ്ഹാക്ക് ഗരാറിൽ പാർക്കുകയാണ്. ആ ഗരാറിൽ പാർക്കുമ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞു, ഇവിടെ ക്ഷാമമാണ്, നീ എവിടെ വിട്ടു പോകരുത്, ഗരാർ വിട്ട് മിസ്രൈമിലേക്ക് പോകല്ലേ, ഗരാറിൽ തന്നെ പാർക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കാണുന്നൊരു ഭാഗമുണ്ട്, അവൻ ഇസ്ഹാക്ക് ഗരാറിൽ പാർത്തു. അതിന്റെ 15-ാമത്തെ വാക്യം 15-ാം വാക്യം വായിച്ചാണ്. 15-ാം വാക്യം. എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് 12-ാം വാക്യം വായിച്ചു. 12-ാം വാക്യം. ഇസ്ഹാക്ക് ദേശത്ത് വിതച്ചു. ഏത് ദേശത്താ വിതച്ചെന്നറിയാമോ? ക്ഷാമമുള്ള ദേശത്ത് ഇസ്ഹാക്ക് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. വിളവ് കിട്ടി. നോക്കിയേ, ശ്രദ്ധിച്ചു കേൾക്കണേ. ഇസ്ഹാക്ക് ഗരാറിൽ ക്ഷാമമുള്ളപ്പോൾ വിതച്ച വിത്തിന് സാധാരണഗതിയിൽ വിളവ് കിട്ടേണ്ടതല്ല. ആരും വിളവിടാറില്ല, ആരും വിതയ്ക്കാറില്ല. പക്ഷെ ഇസ്ഹാക്ക് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി ഫലം കിട്ടി. ഞാൻ കഴിഞ്ഞ മുമ്പത്താഴ്ച പറഞ്ഞതാണ്. എന്നെ ഇതിന്റെ കാരണമെന്നറിയാമോ? ഇസ്ഹാക്ക് ചെയ്ത പുണ്യപ്രവൃത്തിയല്ല, അപ്പന്റെ യാഗപീഠത്തിൽ അപ്പന്റെ യാഗപീഠം എന്നും നിൽക്കുകയാണ്. ആ യാഗപീഠത്തിന്റെ അകത്ത് ദൈവം ഇറങ്ങി വന്ന ഉടമ്പടി, ദൈവം അബ്രഹാമുമായി ചെയ്ത ഉടമ്പടിയുടെ പാർട്ടേക്കറാണ് ആര്? ഇസ്ഹാക്ക്. അതുകൊണ്ട് അവൻ ക്ഷാമമുള്ളപ്പോഴും വിതച്ചപ്പോൾ എന്നാ കിട്ടുന്നറിയാമോ? 100 മേനി ഫലം കിട്ടി. ഈ ഓൾട്ടർ പണിയുന്നവൻ ക്ഷാമമുള്ള ദേശത്ത് വിതച്ചാലും 100 മേനി ഫലം കിട്ടും. രാമൻ പറഞ്ഞേ, നീ യാഗപീഠം പണിയുന്ന വ്യക്തിയാണെങ്കിൽ സ്തോത്രം, എത്ര ക്ഷാമമല്ല, ഇനി ഏതെല്ലാം വിഷയം നിന്റെ മുൻപിലുണ്ടെങ്കിലും ആ സാഹചര്യത്തിന്റെ അകത്ത് നിനക്കൊരു 100 മേനി ഫലം കൊയ്ക്കാൻ നിനക്കുണ്ടായിരിക്കും. രാമൻ ഇന്ന് രാത്രി പറഞ്ഞേ ഹല്ലേലൂയ. താഴ്ത്തി വായിച്ചേ 15-ാം വാക്യം. എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാവിന്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്ത്യർ നിങ്ങൾക്ക് ചരിത്രം അറിയാം. ഫെലിസ്ത്യർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അബ്രഹാം കുഴിച്ച കിണറുകളെ ആര് മണ്ണിട്ട് മൂടി എന്ന് പറഞ്ഞാൽ ഉറവ അടയ്ക്കുന്ന പണി ആരുടേത്? ഫെലിസ്ത്യരുടേത്.
ഈ വെള്ളത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ദൈവജനത്തിൻ്റെ അകത്ത്. അപ്പം ഈ ഉറവയെല്ലാം ആരടക്കുക? ശത്രു അടക്കുക. ഈ വെള്ളം, ഉറവ, വെള്ളം, സ്തോത്രം, വെള്ളം നമ്മുടെ ലൈഫിന് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. വെള്ളം നമ്മുടെ ശരീരത്തിലെ നല്ല ശതമാനം എന്താണ്? വെള്ളമാണ്. അപ്പം ഇത് ആരടക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ലൈഫിന്റെ സസ്റ്റനൻസിനെ അടയ്ക്കുന്ന പരിപാടി ആര് ചെയ്യുന്നത്? ഫെലിസ്ത്യൻ ചെയ്യുന്നത്. പക്ഷേ അവിടെ വായിച്ച ഭാഗം ശ്രദ്ധിച്ചോ? ആര് അബ്രഹാം അടച്ചതിനെ തുറന്നെടുത്തു? അബ്രഹാം കുഴിച്ച കിണറുകളെ ആര് തുറന്നു? ഇസ്ഹാക്ക് തുറന്നു. ആരടച്ചു? പിന്നെയും ഫെലിസ്ത്യൻ അടച്ചു. പിന്നെയും ഇസ്ഹാക്ക് എന്നാ ചെയ്തു? തുറന്നു. പിന്നെ ആരടച്ചു? ഫെലിസ്ത്യൻ അടച്ചു. ഇനി അത് താഴ്ത്തു വന്നേ. സ്തോത്രം, ഹല്ലേലൂയ. അതിന് 22 വാക്യം. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ ഒഴിച്ചു. അതിനെക്കുറിച്ച് അവൻ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്നും പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. അതിനാ നോക്കിയേ. പിന്നെ അവൻ ഒരു കൂറവ് തുറന്നു. അബ്രഹാം കുഴിച്ച കിണറുകളിൽ ഒന്ന് ശത്രു അടച്ചതാണ്. ഇസ്ഹാക്ക് മറ്റൊന്ന് തുറന്നു. അത് ശത്രു അടയ്ക്കാൻ വന്നില്ല. അതിന് രഹബോത്ത്, വിശാലതയുടെ ഇടമെന്ന് പേരിട്ടു. ഇന്ന് രാത്രി ദൂത് പറയാ, നീ യാഗപീഠം പണിയുന്ന വ്യക്തിയാണെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, ശത്രു എത്ര സമയം അടച്ചു കളയാൻ ശ്രമിച്ചാലും നിനക്ക് വേണ്ടി ഒരു വിശാലതയുടെ ഇടം ദൈവം തന്നിരിക്കും. രാമൻ പറഞ്ഞേ, എത്ര അടയ്ക്കാൻ ശ്രമിച്ചാലും അത് നിന്റെ ഭാവി സംബന്ധമായ വിഷയമാകട്ടെ, നിന്റെ വാഗ്ദത്ത സംബന്ധമായ വിഷയമാകട്ടെ, എത്ര അടയ്ക്കാൻ ശ്രമിച്ചാലും ഇന്ന് രാത്രി ദൂത് പറയാ, നീ യാഗപീഠം, ഞാൻ ആവർത്തിച്ച് നിനകത്ത് പറഞ്ഞു, അവൻ മറ്റൊരാളുടെ ഓൾട്ടറിനെ ബേസ് ചെയ്തല്ല ക്രിസ്തീയത നയിക്കേണ്ടത്. വി ഹാവ് ടു ബിൽഡ് അവർ ഓൺ ഓൾട്ടർ. ദൈവസന്നിധിയിൽ നാം യാഗപീഠങ്ങളെ പണിയണം. നീ യാഗപീഠം പണിയുന്ന വ്യക്തിയാണ് ഇന്ന് രാത്രി ഉറപ്പായി ഒരു ദൂത് പറയാം, ശ്യാമമാണേലും നിനക്കൊരു 100 മേനി കൊയ്ത്തു കാണും. ആമേൻ. ശത്രു എത്ര അടയ്ക്കാൻ ശ്രമിച്ചാലും അടച്ചതിനെ നീ തുറന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നിനക്കൊരു വിശാലതയുടെ സ്ഥലം, നിന്റെ ജീവിതത്തിനകത്തൊരു വിശാലതയുടെ ഇടം ദൈവം നിനക്ക് നിശ്ചയമായി തന്നിരിക്കും. രാമൻ പറഞ്ഞേ, see, God is a God of covenant. യാഗപീഠം പണിയുന്നവൻ്റെ അടുക്കൽ ദൈവം ഇറങ്ങി ഒന്ന് ഉടമ്പടി ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞത്, ഈ അബ്രഹാം പണിത യാഗപീഠം ഫിസിക്കലി ഇല്ലെങ്കിലും ദാറ്റ് ഓൾട്ടർ ഈസ് സ്റ്റിൽ ആക്റ്റീവ്. ഒരിക്കലും മറക്കല്ലേ. ആ ഓൾട്ടറിൻ്റെ അകത്ത് ദൈവം വന്ന് ഉടമ്പടി ചെയ്ത ഉടമ്പടിയാണ്, ഐ വിൽ ബ്ലസ് യു, ഐ വിൽ മേക്ക് യു എ നെയിം ഗ്രേറ്റ്, ഐ വിൽ മേക്ക് യു ആസ് എ ഗ്രേറ്റ് നേഷൻ and you will be the subject and object of blessing. ഇത് അബ്രഹാമിന്റെ ഒരു വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തത്തിന്റെ വിശ്വാസത്താൽ we became partakers of that promise and that altar. രാമൻ പറഞ്ഞേ. അപ്പോൾ നോക്കിയേ, യാഗപീഠങ്ങൾക്കകത്ത് യാഗപീഠത്തിന് ഭയങ്കര പ്രസക്തികളുണ്ട്. ഞാൻ വളരെ വേഗത്തിൽ പോട്ട്, ഇസ്ഹാക്ക് യാഗപീഠം പണിതു, യാക്കോബ് പണിതു. യാഗപീഠത്തെക്കുറിച്ച് നാം വായിച്ചതാണ്. മോശയ്ക്ക് യാഗപീഠം ഉണ്ടായിരുന്നു, യോശുവ യാഗപീഠം പണിതു. സ്തോത്രം. ഒന്ന് വായിച്ചേ, യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 30-31 വാക്യം. എൻ്റെ ഓർമ്മയിൽ നാം ഇവിടെ വരെ വന്നു എന്ന് എൻ്റെ ഓർമ്മ. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 30-31 വാക്യങ്ങൾ. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ജോഷുവ ചാപ്റ്റർ 8 വേഴ്സ്. അനന്തരം യോശുവ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ഏബാൽ പർവ്വതത്തിൽ ഒരു യാഗപീഠം പണിതു. യഹോവയുടെ ദാസനായ മോശ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചതുപോലെ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയും ചെത്തുകയോ ഇരുമ്പ് തൊടുകയോ ചെയ്യാത്ത കല്ലുകൊണ്ടുള്ള. ശ്രദ്ധിക്കണം, ഇവിടെ യാഗപീഠം യോശുവ പറഞ്ഞ യാഗപീഠത്തിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ പണിയെന്നറിയാമോ? യോശുവയ്ക്ക് ഇഷ്ടം പോലെ യാഗപീഠം പണിയാനൊക്കത്തില്ല. അവൻ ഈ 8-ാം അധ്യായത്തിന്റെ ചരിത്രം ഇതാണ്. അവൻ ദൈവത്തിന്റെ ജനമായി പട്ടണത്തെ ജയിച്ച് അവൻ മടങ്ങി വരുമ്പോൾ യോശുവ ഈ കാര്യം ചെയ്യുന്നത്. യോശുവ എന്താ ചെയ്യുന്നറിയാമോ? മോശ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയും. എന്തിന് പ്രാധാന്യമുണ്ട്? എന്തിനാ പ്രാധാന്യം? പ്രമാണത്തിന് ഭയങ്കര പ്രാധാന്യ, വചനത്തിന് ഭയങ്കര പ്രാധാന്യ. ഓക്കെ, ദൈവം പ്രസാദിക്കണമെങ്കിൽ എന്തിന് പ്രാധാന്യം വേണമെന്നറിയാമോ?
ദൈവവചനത്തിന് പ്രാധാന്യം വേണം. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. എനിക്കറിയാം ഈ ഭാഗങ്ങൾ പറയുമ്പോൾ നമുക്ക് ബോറടിക്കാൻ സാധ്യതയുണ്ട്. മറിച്ചൊരു ദൂത് പറയാമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഉണർന്നിരിക്കുമെന്ന് എനിക്കറിയാം. ആരും ഉറങ്ങാതെ കണ്ണ് ഓപ്പണായിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. എങ്ങനെ പണിയണം? വചനപ്രകാരം പണിയണം. അടുത്തിരി തൊട്ടച്ച് പറഞ്ഞേ, വചനപ്രകാരം വേണം. വചനത്തിന് ഒന്നാം സ്ഥാനം വേണം. ഹല്ലേലൂയ. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ആമേൻ. ഇതിനകത്ത് സ്തോത്രം, പ്രായമുള്ളവരാണല്ലോ, ഒരുമാതിരിപ്പെട്ട പ്രായമുള്ളവർ എന്നെ തിരിക്കുന്നത്. ദൈവവചനം ഒരിക്കലെങ്കിലും ഒന്ന് വായിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളവർ ഒരു ആമേൻ പറഞ്ഞേ. ഹൃദയത്തിൽ പറഞ്ഞാലും മതി, പുറത്ത് കേൾക്കണ്ട. സ്തോത്രം, ആമേൻ പറ. ദൈവവചനം നമ്മൾ വായിക്കുക, ദൈവവചനം ധ്യാനിക്കുക. ദൈവവചനത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ വചനം ധ്യാനിക്കാത്തവന് സ്തോത്രം, അതിൻ്റെ അകത്ത് നിന്ന് ഒരു ബെനിഫിറ്റും ഉണ്ടാകും. നിൻ്റെ വീടിൻ്റെ ഷെൽഫിൽ വചനം ഇരുന്നുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ വചനം നാം തുടർമാനം ധ്യാനിക്കണം. സ്തോത്രം. ഞാൻ ഇതിനകത്ത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ദൈവം അതിശക്തമായിട്ട് ഉപയോഗിച്ച അഭിഷക്തന്മാർ, അല്ലെങ്കിൽ സ്മിത്ത് സുഹൃത്തിനെ നോക്കി അറിയാം. 14 മരിച്ചവരെ അദ്ദേഹം 14 മരിച്ചവരെ അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിച്ചതാണ്. അഭിഷക്തനെ നോക്കിയാൽ അറിയാം. എവറി ഹാഫ് ആൻ അവർ ഹി റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. എല്ലാ ദൈവവചനം വായിക്കാത്ത സ്തോത്രം ആമേൻ ഒരു അരമണിക്കൂറും തനിക്കില്ല. എല്ലാ അരമണിക്കൂറുകളിലും തൻ്റെ പോക്കറ്റിൻ്റെ അകത്ത്, സ്യൂട്ടിൻ്റെ പോക്കറ്റിൻ്റെ അകത്ത് ഒരു പോക്കറ്റ് ബൈബിളുണ്ട്. എല്ലാ അരമണിക്കൂർ താൻ ബൈബിൾ വായിച്ച് തിരിച്ച് എൻ്റെ പോക്കറ്റിടും. അടുത്ത അരമണിക്കൂർ പ്രാർത്ഥിക്കും. സ്തോത്രം. അടുത്ത അരമണിക്കൂർ ദൈവവചനം വായിക്കും. ആ മനുഷ്യനെയാണ് ഗോഡ് യൂസ്ഡ് ദാറ്റ് പേഴ്സൺ ഇൻ എ സൂപ്പർ നാച്ചുറൽ വേ. ദൈവം കൂടെ ഇറങ്ങി നിന്ന് ആ മനുഷ്യനെ ഉപയോഗിച്ച്. എന്നാ അറിയാമോ? വചനമായി ബന്ധമുണ്ട്. ഇവിടെ നോക്കിയേ, യോശുവ മോശ കൊടുത്ത പ്രമാണം അനുസരിച്ച് ദൈവവചനത്തിന്റെ പ്രമാണത്തിന് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയും ചെത്തുകയോ ഇരുമ്പോ തൊടുവിക്കുകയോ ചെയ്യാത്ത കല്ലുകൊണ്ട് യാഗപീഠം പണിതു. അപ്പൊ യാഗപീഠം പണിയുമ്പോൾ ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്കകത്ത് വേണം പണിയാൻ. ചെത്താത്ത കല്ല് എങ്ങനെ എഴുതിയേക്കുന്നത്? ഇരുമ്പ് തൊടുവിക്കാത്ത കല്ലുകൊണ്ട് നീ യാഗപീഠം ഉണ്ടാക്കണം. അവർ അതിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗങ്ങൾ സമാധാന യാഗങ്ങളും അർപ്പിച്ചു. അടുത്ത പദം, മോശ എഴുതിയിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ ഒരു പകർപ്പ് അവൻ അവിടെ ഇസ്രായേൽ മക്കൾ കാണുകെ ആ കല്ലുകളിൽ എഴുതി. ശ്രദ്ധിച്ചോണേ, എവിടെ എഴുതി? യാഗപീഠത്തിന്റെ കല്ലുകളമേൽ എന്തെഴുതി? ഉറക്കെ പറ. വചനം എഴുതിയെന്ന്. നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തോ വേണം? അന്ന് അവിടെ പഴയ നിയമ ഓൾട്ടേഴ്സിന്റെ മേൽ എഴുതിയെങ്കിൽ പുതിയ നിയമത്തിന്റെ അകത്ത് നിന്റെ ഹൃദയമാകുന്ന കല്ലിന്റെ മേൽ ദൈവത്തിന്റെ വചനം നീ എഴുതി വെക്കണം. നിന്റെ ആമേൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് 10 വാക്യമെങ്കിലും കുറഞ്ഞത് കിടക്കണം. ഞാനൊരു കാര്യം പറയാം. നമ്മൾ പറയാറുണ്ട് ആ പോരാട്ടം ഈ പോരാട്ടം എന്നൊക്കെ പറയാറുണ്ട്. സ്തോത്രം. എന്തുകൊണ്ടാണ് ഇത് പോരാട്ടമായി നിൽക്കുന്നറിയാമോ? നമുക്ക് വചനം അറിയാത്തതുകൊണ്ടാണ്. ദൈവവചനത്തിന് അത് വാക്യമുണ്ട്. ഇന്നലെ ഭയങ്കര ശക്തമായ കർത്താവ് ഇടപെട്ട പദമാണ്. ദൈവവചനത്തിനകത്ത് കൊലോസ്യ ലേഖനം 2-5 വാക്യത്തിനകത്താന്ന് തോന്നുന്നു വായിക്കുന്നുണ്ട്. വാഴ്ചകളെയും ഉറക്കെ പറ, അധികാരങ്ങളെയും. ഈ ഒരു വാക്യമെങ്കിലും ഉറക്കെ പറ, അതുകൊണ്ടൊരു അനുഗ്രഹം ഉണ്ടാവും. വാഴ്ചകളെയും അധികാരങ്ങളെയും Colossians chapter 2 verse 15. ആമേൻ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച്. എന്തുവാ? ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ അവരെ പരസ്യമായി കാഴ്ചയാക്കി. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ഇംഗ്ലീഷ് ബൈബിൾ കൊടുത്തേക്ക് നോക്കിയേ. And having spoiled principalities and powers he made show of them openly and triumphing. അതിന് മുമ്പത്തെ വാക്യം. സ്തോത്രം. എൻ്റെ ബൈബിളിൽ അത് കൊടുത്തിരിക്കുന്ന പദമുണ്ട്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വായിക്കാം. When he disarmed the rulers and authorities he made a public spectacle of them, having triumphed over them through the cross. അപ്പൊ നോക്കിയേ, വാഴ്ചകളെ നമ്മൾ പറയാറുണ്ട് ആ പോരാട്ടം ഈ പോരാട്ടം, ആ ബന്ധന ഈ ബന്ധന, ഇങ്ങനെയൊക്കെ നമ്മൾ തുടർമാനം പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇതൊന്നും പോരാട്ടമായിട്ട് അവശേഷിക്കുന്ന അറിയാമോ? നമുക്ക് ഈ സത്യം അറിയത്തില്ല. വാഴ്ചകളെയും
അതിനെ തുറന്ന് പറഞ്ഞ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. വെപ്പിച്ചെങ്കിൽ ഇപ്പൊ നമ്മുടെ കാലിന്റെ കീഴില്ല. ഇപ്പൊ എന്തില്ല? അപ്പൊ നമ്മൾ പിന്നെ അവന്റെ ആയുധമില്ല. നമ്മൾ പറഞ്ഞു അവനെ കൊണ്ട് ആയുധം എടുപ്പിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അവന്റെ എന്തില്ല? ആയുധമില്ല. നീ പറയേണ്ടത് അവൻ നീ പോരാട്ടം എന്ന് പറയുമ്പോൾ ഇല്ലാത്തവന്റെ ആയുധം കൊടുക്കുക. എന്നാടാ പിടിച്ചോ എന്ന് പറയുക. വചനം പറയുന്നത് ആയുധവർഗം വെപ്പിച്ചു. ഉറക്കെ പറ, വെപ്പിച്ചു. എന്റെ ബൈബിളിൽ കൊടുക്കുന്ന ഡിസാംഡ്. ഉറക്കെ പറഞ്ഞേ, ഡിസാംഡ്, മേഡ് പബ്ലിക് സ്പെക്ടാക്കിൾ. ഈ നമ്മളിത് കൂടെ പറയുമ്പോൾ നമുക്ക് പറ്റുന്ന പ്രശ്നം വചനം പറഞ്ഞിങ്ങനെ, സത്യം അറിയുകയും സത്യം നിങ്ങളെ. അപ്പൊ ഇതൊരു സത്യമായി. കഴിഞ്ഞ ആഴ്ച ദൈവത്തിന്റെ അഭിഷേകത്തിന് ഭയങ്കര ശക്തമായിട്ട് ഇടപെട്ട പദം മറക്കരുത്, ദൈവിക പരിജ്ഞാനം. നോക്കേ, ഇത് നമ്മൾ അറിയുന്നില്ല. സത്യം അറിയും, സത്യം നമ്മളെ സ്വതന്ത്രമാക്കി ചെയ്യും. നമ്മൾ പോഷ്ക വിശ്വസിക്കുന്നതെങ്കിൽ, ഞാൻ ഇതിനകത്ത് കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് വി ബിലീവ് എ ലൈ we are empowering the liar. Who is a liar? പിശാച്. അവൻ ആരാണ്? പോഷ്കിന്റെ അപ്പനുവാ. അപ്പൊ നമ്മൾ പോഷ്ക വിശ്വസിക്കുന്നതെങ്കിൽ we are empowering the liar. പലപ്പോഴും നമ്മൾ അതാ ചെയ്യുന്നത്. നോക്കിക്കേ, ഈ തെറ്റ്. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഏത് ഉയർച്ചയും എന്ത് ചെയ്യണം? ഇടിച്ചു കളയണം. അപ്പം ഇതിന്, ഈ വചനത്തിന് വിരുദ്ധമായി ഈ വചനം പറയുന്നത്, ലോർഡ് ജീസസ് ഡിസാംഡ് പവേഴ്സ് ആൻഡ് അതോറിറ്റീസ്. അപ്പൊ ഈ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന ഉയർച്ചയെ നമ്മൾ എന്ത് ചെയ്യണം? ഇടിച്ചു കളയണം. അത് കർത്താവ് ചെയ്യത്തില്ല, അത് ഞാൻ ചെയ്യണം. അപ്പൊ നമ്മൾ അത് ഇടിച്ചു കളയുന്നില്ലെങ്കിൽ it will become a stronghold inside of us. ആ സ്ട്രോങ് ഉയർന്നാൽ it will be enemy's hiding place. അവനൊരു ഹൈഡിങ് പ്ലേസ് നീ കൊടുത്താൽ ഇടയ്ക്കിടയ്ക്ക് അവൻ മാനിഫെസ്റ്റ് ചെയ്യും. ഒരാമേ പറഞ്ഞേ. ഞാൻ പറഞ്ഞ ഇത്ര ഒത്തിരി ദീർഘിപ്പിച്ച് പറയേണ്ട കാര്യം ചുരുക്കി പറഞ്ഞതാ, വിഷയം അല്ലാത്തതുകൊണ്ട് പറഞ്ഞതാ. മനസ്സിലായോ? ഇഫ് യു ആർ ബിലീവിങ് എ ലൈ, സ്തോത്രം, ആ പോഷ്ക നമ്മുടെ അകത്തൊരു സ്ട്രോങ് ഹോൾഡായി മാറും. ആ സ്ട്രോങ് ഹോൾഡ് നീ അവസരം കൊടുത്താൽ it became enemy's hiding place. രാമൻ പറഞ്ഞേ. അതുകൊണ്ട് ഈ ചിലരോട് നമ്മൾ യേശു ഇന്ന് രോഗികളെ സൗഖ്യമാക്കുമെന്ന് പറയുമ്പം അവർ പറയും അങ്ങനെ ഇല്ലെന്ന് പറയും. കാരണം അവൻ്റെ അകത്ത് എന്ത് സ്ട്രോങ് ഹോൾഡ് നിൽക്കുക. ഈസ് ബിലീവിങ് എ ലൈ. യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. കാരണം അവൻ ഒരു സ്ട്രോങ് ഹോൾഡ് നിൽക്കുകയാണ്. ഇന്ന് രാത്രി ആരാധനയ്ക്കകത്ത് നീ ആ സ്ട്രോങ് ഹോൾഡിനെ ഇടിച്ചു കളയണം. അതാ പൗലോസ് പറയുന്നത്, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സകല ഉയർച്ചകളെ ഞാൻ ഇടിച്ചു കളയണം. ഇന്ന് രാത്രി അതിനെ തുറന്നു പറഞ്ഞ് ഇടിച്ചു കളയണം. ഹല്ലേലൂയ. എന്നാ കാര്യം എന്നറിയാമോ? യേശു ആയുധവർഗം വെപ്പിച്ചു, പരസ്യ കാഴ്ചയാക്കി. ഇതെല്ലാവരോടും പറഞ്ഞാൽ ഇന്ന് രാത്രി ചിലർക്ക് ഈ വചനം കൊണ്ടൊരു വിടുതൽ ഉണ്ടാകും. ഹല്ലേലൂയ. വചനം നാം വിശ്വസിക്കണം. എന്ത് ചെയ്യുക? അവനെ ആയുധവർഗം വെപ്പിച്ചെന്ന് വചനം പറയുന്നത് ഇങ്ങനെയാണ്, പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. ഒരാമൻ പറഞ്ഞേ. ഇന്ന് രാത്രി അധികാരത്തിന്റെ അകത്ത് ദൈവസഭ എഴുന്നേൽക്കട്ടെ. നിനക്ക് അധികാരം തന്നിരിക്കുകയാണ്. അത് നീ പരാജയപ്പെടാനുള്ള അധികാരമല്ല, നീ ശത്രുവിന്റെ മേൽ, നീ നേരിടുന്ന വിഷയത്തിന്റെ മേൽ ആത്മാവിൽ ജയിക്കാനുള്ള അധികാരമാണ്. അതിന്റെ അടിസ്ഥാനം എന്നറിയാമോ? ഡിസാംഡ്. ഈ ആഴ്ചയൊക്കെ ഈ പദം ധ്യാനിച്ചോണം. ഡിസാംഡ്, മെയ്ഡ് പബ്ലിക് സ്പെക്ടാക്കിൾ. അതുകൊണ്ട് നമ്മൾ വചനം ഡിക്ലെയർ ചെയ്യും പറയുന്നത്, ഡെവിൾ ഹാസ് നോ പ്ലേസ് ഓവർ മൈ ലൈഫ്. No more unsettled claims. Everything is settled on the cross. രാമ എന്ത് രാത്രി പറഞ്ഞേ? ആമേൻ. ഹല്ലേലൂയ. ഇവിടെ വായിച്ച ഭാഗത്തേക്ക് വന്നാട്ടെ. ഹല്ലേലൂയ. എന്ത് ചെയ്തു? മോശ എഴുതിയ ന്യായപ്രമാണത്തിന്റെ ഒരു പകർപ്പ് അവൻ അവിടെ ഇസ്രായേൽ മക്കൾ കാണുകയെ ആ കല്ലുകളിൽ എഴുതി. 8:30 വായിച്ചാട്ടെ. എല്ലാ ഇസ്രായേലിലും
അവരുടെ മൂപ്പന്മാരും പ്രമാണികളും ന്യായാധിപന്മാരും യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന ലേവ്യരായ പുരോഹിതന്മാരുടെ മുമ്പാകെ സ്വദേശിയും പരദേശിയും ഒരുപോലെ പെട്ടകത്തിന് ഇപ്പുറത്തും അപ്പുറത്തും നിന്നു. അവരിൽ പകുതി പേര് ഗെരസീം പർവ്വതത്തിന്റെ വശത്ത്, പകുതി പേര് ഏബാൽ പർവ്വതത്തിന്റെ വശത്ത് നിന്നു. അവർ ഇസ്രായേൽ ജനത്തിന് അനുഗ്രഹിക്കണമെന്ന് യഹോവയുടെ ദാസനായ മോശെ മുഖാന്തരം കൽപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ അതിനുശേഷം അവർ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും. ശ്രദ്ധിച്ചോണേ, എവിടെ നിൽക്കുന്നറിയാമോ? സ്റ്റാൻഡിങ് ബിഫോർ ദ ഓൾട്ടർ. അതിനുശേഷം അവർ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും അനുഗ്രഹങ്ങളും ശാപങ്ങളും ന്യായപ്രമാണ വചനങ്ങളെല്ലാം വായിച്ചു. മോശ കൽപ്പിച്ച സകലത്തിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ. അവിടെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അവൻ ദൈവം മോശ മുഖാന്തരം കൊടുത്ത അനുഗ്രഹങ്ങളെ എവിടെ വെച്ച് ആക്ടിവേറ്റ് എന്നറിയാമോ? യഹോവയുടെ യഹോവയുടെ യാഗപീഠത്തിന് മുൻപാകെ റീആക്ടിവേറ്റ് ചെയ്തു. If you build an altar, 100% ഉറപ്പാണ് നീ അനുഗ്രഹങ്ങളുടെ പാത്രമായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അടുത്തൊരു ചരിത്രം ഗിദെയോന്റെ ചരിത്രമാണ്. ഞാൻ ആ ഭാഗം തൊടുന്നില്ല. സ്തോത്രം. ഗിദെയോൻ, അത് തുടരേണ്ട ചരിത്രമാണ്, സമയമില്ല. സ്തോത്രം. ഗിദെയോൻ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഗിദെയോന്റെ അപ്പൻ എന്ത് ചെയ്യുന്നറിയാമോ? ബാലിൻ്റെ സ്തോത്രം യാഗപീഠത്തെ പണിതു. എന്നാൽ ആ അധ്യായം താഴോട്ട് വരുമ്പോൾ ആമേനോട് വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഗിദെയോൻ ദേശത്തെ മിദ്യാന്യ ശക്തികൾ ജനത്തെ ദേശത്തിൻ്റെ വിളവ് നശിപ്പിക്കുകയാണ്. ദേശം നശിച്ചു. ആമൻ. മിദ്യാന്യ ശക്തികൾ ദേശത്തെ ആമൻ വാഴുകയാണ്. താഴോട്ട് വായിക്കും ഇങ്ങനെ വായിക്കുന്നത്. ആമൻ. മുന്തിരിച്ചക്കിനരികെ വെച്ച് ഗോതമ്പ് മെതിക്കുന്നു ഗിദെയോൻ. ആമൻ. അടുത്ത പദം ഇങ്ങനെ വായിക്കുന്നത്. ദൂതൻ ഇറങ്ങി വന്നിട്ട് ഗിദെയോനോട് പറയുക, അല്ലയോ പരാക്രമശാലിയെ, നീ ബലഹീനെന്ന് പറയരുത്, ഈ ബലത്തോടെ പോകുക. ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. ദൈവം ചില അടയാളം കൊടുത്തു. താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത് 24-ാമത്തെയും 26-ാം വാക്യം. ഗിദെയോൻ അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. അതിന് യഹോവ ശാലോം എന്ന പേരിട്ടു. അതിന്നുവരെയും അബിയേസ്രായിക്കുള്ള ഒഫ്രയിലുണ്ട്. അന്നു രാത്രിയിൽ യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പൻ്റെ ഇളയ കാളയെ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളക. നോക്കിയേ, ചരിത്രം ഇതാണ്. അവൻ ഗിദെയോനെടുക്ക ദൈവം ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, നിന്റെ അപ്പൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അവൻ ബാലിന് യാഗപീഠം പണിതിട്ടുണ്ട്, അശേരയ്ക്ക് യാഗപീഠം പണിതിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് ദേശത്ത് ദൈവത്തിൻ്റെ ജനം പീഡിപ്പിക്കപ്പെടുന്നത്. സ്തോത്രം. ആ പീഡനം അവസാനിക്കണമെങ്കിൽ, ദൈവജനത്തിനൊരു ജയമുണ്ടാകണമെങ്കിൽ അവൻ ഗിദെയോൻ ഒരു കാര്യം ചെയ്യണം. യു ഹാവ് ടു ബിൽഡ് an altar. മനസ്സിലായോ? 2 ഓൾട്ടർ നിൽക്കുക. ഒന്ന് an evil altar erected for Baal. ആമേൻ, ഹല്ലേലൂയ. ദൈവം ഗിദെയോനെടുക്ക വന്നേച്ച് പറയുക, നീ ആ ഓൾട്ടറിനെ വെട്ടിക്കളഞ്ഞേച്ച് നീ ദൈവത്തിനൊരു യാഗപീഠം പണിയണം. സ്തോത്രം. ചരിത്രം ഇങ്ങനെ വായിക്കുന്നത്. ദൈവത്തിന് ആര് യാഗപീഠം പണിതറിയാമോ? ഗിദെയോൻ യാഗപീഠം പണിതു. ദേശത്ത് ദൈവത്തിൻ്റെ ജനത്തിന് വിടുതൽ കിട്ടി. എന്നാ കാര്യം അറിയാമോ? ഓൾട്ടേഴ്സ്. സ്തോത്രം. ഞാൻ ആ ഭാഗം അത്രയും പറഞ്ഞു വിടുക. സ്തോത്രം. ദാവീദ് യാഗപീഠങ്ങളെ പണിതു. ശലോമോൻ യാഗപീഠത്തെ പണിതു. ഏലിയാവിൻ്റെ യാഗപീഠത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. ദേശത്ത് അവൻ ഇസബേലിലെ ശക്തികൾ വാഴുകയാണ്. സ്തോത്രം. ബാലിൻ്റെ യാഗപീഠങ്ങളെ പണിതു. എന്നാൽ ഏലിയാവ് സ്തോത്രം കർമ്മേലിൻ്റെ കൊടുമുടിയിൽ ദൈവത്തിന് യാഗപീഠം പണിതു. ബാലിൻ്റെ ശക്തികളെ തകർത്തു കളഞ്ഞു. യാഗപീഠങ്ങൾക്ക് ഒത്തിരി പ്രസക്തിയുണ്ട്. അവൻ ഞാൻ ഒരു പദം കൂടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. എന്താണ് ദൈവത്തിൻ്റെ ആലയത്തെ ആലയമാക്കി മാറ്റുന്നത്? 1 ഓൾട്ടറാണ്, 2 യാഗങ്ങളുടെ സാക്രിഫൈസസ് ആണ്, 3 സ്തോത്രം ഓഫറിങ്സ് ആണ്. ഇത് 3നും വളരെ പ്രാധാന്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിലേക്ക് വന്നാൽ 13-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എബ്രായ ലേഖനം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിച്ചാട്ട്. എബ്രായ ലേഖനം 13-ാം അധ്യായം 15-ാം വാക്യം. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അത്രഫലം എന്ന സ്തോത്രയാഗം. എന്തോ യാഗം? സ്തോത്രയാഗം. പുതിയ നിയമത്തിനകത്തെ യാഗപീഠത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് നാം അവൻ മുഖാന്തരം ആ ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക.
പുതിയ നിയമത്തിനകത്ത് വരുമ്പോൾ നാം ഫിസിക്കൽ ഓൾട്ടേഴ്സ് അല്ല പണിയുന്നത്, അധരഫലമെന്ന സ്തോത്രയാഗം. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായു പ്രസ്താവിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയവും വായും കണക്റ്റ് ആയിരിക്കണം. രാമേ പറഞ്ഞേ, ഞാൻ അത്തരം പറഞ്ഞ ആ ഭാഗം ഒന്നുകൂടെ വിവരിക്കും. ഞാൻ യാഗപീഠങ്ങളുടെ പ്രത്യേകത, ഒന്ന്, യാഗപീഠങ്ങൾ എൻകൗണ്ടേഴ്സിൻ്റെ സ്ഥലമാണ്. ദൈവം ഇറങ്ങി വന്ന് ദൈവമായിട്ട് എൻകൗണ്ടർ നടക്കുന്ന സ്ഥലമാണ് യാഗപീഠം. 2, യാഗപീഠങ്ങൾ ഈ ഭാഗങ്ങൾ തൊട്ടുവിടുക. എനിക്കൊന്നൊരു ഗൗരവമുള്ള കാര്യം പറയാനുണ്ട്. ആനുകാലികമായി ഇന്ന് യാഗപീഠങ്ങൾ, ഈവിൾ ഓൾട്ടേഴ്സ് ഉണ്ട്, ആമൻ, ദൈവിക യാഗപീഠങ്ങളുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ സിഗ്നിഫിക്കൻസ് പറയാനുണ്ട്. അതിനാണ് ഞാൻ വരുന്നത്. സ്തോത്രം, ഈ ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലിരിക്കട്ടെ. 1, യാഗപീഠങ്ങൾ ദൈവിക എൻകൗണ്ടറുകളുടെ സ്ഥലമാണ്. 2, ആമൻ, ദൈവം ഇറങ്ങി വന്ന ഒരു വ്യക്തിയുമായി ഉടമ്പടി ചെയ്യുന്ന സ്ഥലമാണ് ഈ യാഗപീഠം. അതാണ് നാം അബ്രഹാം ചരിത്രമൊക്കെ വായിച്ചത്. ദൈവം ഒരുവനുമായി ഉടമ്പടി ചെയ്യും. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണം. സ്തോത്രം. അപ്പോൾ ദൈവത്തോട് നമ്മൾ അനുഗ്രഹം ചോദിക്കുമ്പോൾ എൻ്റെ സജഷൻ ഇതാണ്, യു ഷുഡ് ബിൽഡ് ആൻ ഓൾട്ടർ ഫോർ യുവർ സെൽഫ്. നീ എന്ത് ചെയ്യണം? യാഗപീഠത്തെ പണിയണം. പുതിയ നിയമത്തിൻ്റെ ഈ യാഗപീഠത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതമാണ് യാഗപീഠം. ആമേൻ. ദൈവജനം പറഞ്ഞിങ്ങനെയാണ്, നാം ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പൊ പഴയ നിയമത്തിന്റെ അകത്ത് ഇറ്റ് വാസ് എൻ എക്സ്റ്റേണൽ ഓൾട്ടർ. പുതിയ നിയമത്തിനകത്ത് വരുമ്പോൾ നാം ദൈവത്തിന്റെ മന്ദിരമായി മാറുകയാണ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഓൾട്ടർ ബിക്കം ഇന്റേണൽ ഓൾട്ടർ. അതുകൊണ്ട് നാം ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി മാറണം. അപ്പൊ അതിൻ്റെ അകത്ത് ഒത്തിരി ഘടകങ്ങൾ വരാനുണ്ട്. നാം പുറത്തൊരു യാഗപീഠമാണെങ്കിൽ ഇവിടെ ഒരു ഫിസിക്കൽ ഓൾട്ടറാണ്. നമ്മൾ ഫിസിക്കൽ ഓൾട്ടറിൻ്റെ മുമ്പിലാണ് എല്ലാ ആഴ്ചയിൽ വരുന്നതെങ്കിൽ നമുക്കുള്ള ഓഫറിങ്ങോ എന്തെങ്കിലും കൊണ്ടുവന്ന് അർപ്പിച്ചു നമുക്ക് പോവാം. പക്ഷെ പുതിയ നിയമത്തിൻ്റെ അകത്ത് ഫിസിക്കൽ ഓൾട്ടർ അല്ല, സ്പിരിച്വൽ ഓൾട്ടറാണ്. പഴയ നിയമത്തിനകത്ത് എക്സ്റ്റേണൽ ആയിരുന്നു. പുതിയ നിയമത്തിനകത്ത് വരുമ്പോഴേക്ക് വചനം പറയുകയാണ്, നാം ദൈവത്തിൻ്റെ മന്ദിരമായി മാറി. ദൈവത്തിൻ്റെ ആത്മാ നമ്മിൽ വസിക്കുകയാണ്. ഹല്ലേലൂയ. നോക്കിയേ, ഇന്റേണൽ ഓൾട്ടർ. രാമൻ ഇന്ന് രാത്രി പറഞ്ഞേ. അപ്പൊ നോക്കിയേ, ദൈവം ഇറങ്ങി ഒന്ന് ഉടമ്പടി ചെയ്യുന്ന സ്ഥലമാണ് ആമേൻ ദൈവത്തിന്റെ യാഗപീഠം. ഹല്ലേലൂയ. താഴോട്ട് വരുമ്പോൾ യാഗപീഠം, ഓൾട്ടേഴ്സ് വർ പ്ലേസസ് ഓഫ് സാക്രിഫൈസസ്. അവൻ യാഗമർപ്പിക്കുന്ന സ്ഥലമാണ് ആമേൻ ദൈവത്തിന്റെ യാഗപീഠം. ആ ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, എന്ത് യാഗമാക്കണം? എന്നെ തന്നെ യാഗമായി മാറ്റണം. ആ യാഗം പുതിയ നിയമത്തിനകത്ത് വരുമ്പോൾ അവൻ ഇന്നത്തെ ഓൾട്ടറിൻ്റെ പ്രത്യേകത, സ്തോത്രം, നമ്മെ തന്നെ യാഗമാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ടൈം വരണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരങ്ങൾ വരണം. സ്തോത്രം. ദൈവത്തെ നാം ഉപവസിക്കുന്നത് വരും. ഹല്ലേലൂയ. ദൈവത്തെ നാം ആരാധിക്കുന്നത് വരും. യോഹാൻ കമൻസിറ്റിയ ദൈവത്തെ നാം ആരാധിക്കുന്നത് വരും. ഹല്ലേലൂയ. ദൈവത്തുള്ള അനുസരണം വരും. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുള്ള ഈ ഘടനകളെല്ലാം അതിനകത്ത് വരണം. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ, മാസത്തിലൊരിക്കൽ സ്തോത്രകാഴ്ച ഇടുന്ന മാത്രമല്ല യാഗം. എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഗാഡ് വിൽ ക്ലോസ്ലി എക്സാമിൻ. ഇതെല്ലാം യാഗമായി മാറണം. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ മുമ്പ് ആഴ്ച പറഞ്ഞ കാര്യമുണ്ട്. സ്തോത്രം. നമ്മെ തന്നെ ക്രൂസിഫൈ ചെയ്യേണ്ട മേഖല ക്രൂസിഫൈ ചെയ്യണം. നമ്മുടെ സെൽഫ് എംപ്റ്റി ആകണം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്ര ജീവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കുറയേണ്ടടുത്ത് ഞാൻ കുറയണം. ഈ യാഗപീഠം നീ പണിയണമെങ്കിൽ സ്തോത്രം, നീ എംപ്റ്റി ആകേണ്ടടുത്ത് നീ എംപ്റ്റി ആകണം. നീ ചെറുതാകേണ്ടടുത്ത് നീ ചെറുതാകണം. സ്തോത്രം. ദൈവ സമയം ചെലവഴിക്കേണ്ടടുത്ത് ചെലവഴിക്കണം. ഓൾട്ടേഴ്സ് പ്ലേസസ് ഓഫ് വർഷിപ്പ്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണ് ദൈവത്തിൻ്റെ യാഗപീഠം. നോക്കിയേ, നമ്മുടെ ജീവിതത്തിൻ്റെ, ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതെല്ലാം പുതിയ ദൈവത്തിലേക്ക് വരുമ്പോൾ ഈ ഭാഗങ്ങളെല്ലാം കർത്താവ് നോക്കും. നമ്മുടെ ആരാധന എങ്ങനെ ഇരിക്കും നോക്കും. വ്യക്തിപരമായി ഞാൻ പലപ്പോഴും അത് പറയാറുണ്ട്. ഞായറാഴ്ച അവൻ കോപ്പറേറ്റീവിൽ വരുമ്പോൾ നമുക്ക് ഒന്നിച്ച് അവൻ എല്ലാവരുടെ കൂടെ ആരാധിക്കാൻ
എളുപ്പമാണ്. എന്നാൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൻ്റെ അകത്ത് ആർ വി എ വർഷിപ്പർ? നാം വ്യക്തിപരമായി കർത്താവുമായുള്ള ബന്ധത്തിൻ്റെ അകത്ത് ദൈവത്തെ വ്യക്തിപരമായി ആരാധിക്കുന്ന വ്യക്തിയാണോ? ഇതെല്ലാം അതിൻ്റെ അകത്ത് വരണം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പറയാറുണ്ട്, കർത്താവേ അങ്ങയുടെ അഭിഷേകത്തെ എൻ്റെ മേൽ പകരണം, അല്ലേ? കർത്താവ് അങ്ങയുടെ ആത്മാവിന്റെ അഗ്നി എൻ്റെ മേൽ പകരണം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൽ നാം ചില ചോദിക്കാറുണ്ട്. God is asking, did you ever build an altar in your life? നിന്റെ ജീവിതത്തിനകത്ത്, ക്രിസ്ത്യ ജീവിതത്തിനകത്ത് നീ യാഗപീഠങ്ങളെ പണിതിട്ടുണ്ടോ? ഇന്ന് ഞാൻ എന്തുകൊണ്ട് ഈ ആഴ്ചകളിൽ തുറന്നറിയാമോ? ഈ സഭയെക്കുറിച്ച്, ദൈവത്തിന്റെ ജനത്തെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നീ ഔട്ട്സൈഡറായി തുടരാനല്ല, എക്സ്റ്റേണൽ ഓൾട്ടറിന്റെ ഭാഗമാകാനല്ല, നീ തന്നെ ഒരു യാഗമായി മാറണം. നിന്റെ ഹൃദയം 100% കർത്താവുമായി കമ്മിറ്റഡ് ആയിരിക്കണം, ദൈവത്തോട് അനുസരണമുള്ളവനായിരിക്കണം. നമുക്ക് ഈ അനുസരണം പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷെ അനുസരിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് വചനം പറഞ്ഞ അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനൊക്കെ നല്ലത്. അനുസരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടം. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് നമ്മുടെ പേഴ്സണൽ ലൈഫിനകത്ത് വരണം. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് വിട്ട് മാറാത്ത വ്യക്തിത്വമായി നാം മാറണം. രാമൻ പറഞ്ഞേ, അത് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കകത്തും. സ്തോത്രം. നമ്മൾ പലപ്പോഴും ഞായറാഴ്ചകൾക്കകത്ത് ഭയങ്കര ദൈവമായി ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നാൽ നമ്മുടെ ബാക്കിയുള്ള 6 ദിവസങ്ങൾക്കകത്തും കർത്താവുമായി കണക്റ്റഡ് ആയിരിക്കണം നമ്മുടെ ജീവിതം. എങ്കിലേ നിനക്ക് യാഗപീഠം പണിയാനൊക്കത്തുള്ളൂ. പലരുടെയും ജീവിതം നോക്കിയാൽ അറിയാം, നമ്മുടെ അതരത്തി എന്ന വാക്കുകൾ ഭയങ്കര സിഗ്നിഫിക്കൻ്റ്. ഹല്ലേലൂയ. നാം വെറുക്കുന്നവരാണെങ്കിൽ, നാം മറ്റുള്ളവർക്കെതിരെ സംസാരിക്കുന്നവരാണെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, ഹൃദയത്തിനകത്ത് പക വെച്ചേക്കുന്ന ആളാണെങ്കിൽ, വിദ്വേഷമകത്തിരിക്കുകയാണെങ്കിൽ, നീ യാഗപീഠ പണിയുകയല്ല, നീ യാഗപീഠ പൊളിക്കുക. എന്തുകൊണ്ടാണ് ചില വിഷയത്തിന് മറുപടി ഇല്ലാത്തതെന്നറിയാമോ? സ്തോത്രം, യു ആർ നോട്ട് ബിൽഡിംഗ് എൻ ഓൾട്ടർ. ചിലരെ ദൈവം സ്പെസിഫിക്കലി വിളിച്ചേക്കുന്നത് യാഗപീഠ പണിയാനാ. സ്തോത്രം. പക്ഷെ നീ പണിയുന്നതിന് പകരം എന്ത് ചെയ്യുക? പൊളിക്കുക. എനിക്കറിയാം, ചില വീടുകളിൽ ചെന്ന് കയറുമ്പോൾ അറിയാം, നോ ഓൾട്ടേഴ്സ്, പ്രാർത്ഥനയില്ല, ആരാധനയില്ല. നമുക്ക് ആ അന്തരീക്ഷം ഭയങ്കരമായി സെൻസ് ചെയ്യാനൊക്കും. ദൈവജനത്തിന് പ്രസക്തിയില്ല. പിന്നെ അവിടെ എന്താ ഓടുന്നെന്ന് നമുക്ക് ആത്മാവിലറിയാം, എന്നാ സംസാരിക്കുന്ന നമുക്കറിയാം, അവിടുത്തെ ഇടപാടുകൾ നമുക്കറിയാം. ദൈവമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ. എന്തില്ല? ഓൾട്ടർ ഇല്ല. നീ അനുഗ്രഹം പ്രാപിക്കുക. നമ്മൾ പറയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ ദൈവം പറയുക, ബിൽഡ് യുവർ ഓൾട്ടർ. ഈ അബ്രഹാം ദൈവം 100-ആം വയസ്സിൽ ഇസ്ഹാക്കിനെ കൊടുത്തു. സ്തോത്രം. ദൈവം പറഞ്ഞ കാര്യമാണ്, നീ പോകണം. സ്തോത്രം, ഹല്ലേലൂയ. നീ തീ കയ്യിലെടുക്കണം, നീ വിറക് കൊണ്ടുപോകണം, നീ കത്തി കൊണ്ടുപോകണം. ഹല്ലേലൂയ. അവിടെ ചെന്നിട്ട് യു ഹാവ് ടു ഫൈൻഡ് ദ പ്ലേസ്. അവിടെ നീ ബിൽഡ് യുവർ ഓൺ ഓൾട്ടർ. ഇത് പുതിയ നിയമത്തിൻ്റെ അകത്തിലെ വ്യവസ്ഥ. നീ യാഗമാകണം, നിന്റെ ഹൃദയം കമ്മിറ്റഡ് ആയിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഞായറാഴ്ച ക്രിസ്ത്യാനികളായി നാം ഒരിക്കലും തുടരല്ലേ. ഇന്ന് രാത്രി ദൂത് പറയാം, ദൈവം എന്തെങ്കിലും അനുഗ്രഹം ആദ്യമേലെങ്കിലും പകരുന്നതെങ്കിൽ, ഹല്ലേലൂയ, യാഗപീഠങ്ങൾ ജീവിതത്തിന്റെ അകത്ത് വ്യവസ്ഥ പ്രകാരം യാഗപീഠ പണിയുന്നവനായിരിക്കും ദൈവം അനുഗ്രഹം പകരുന്നത്. ആ അനുഗ്രഹം നിന്നെ കൊണ്ട് അവസാനിക്കത്തില്ല, തലമുറകൾ അത് കൊണ്ടു നടക്കും. രാമൻ പറഞ്ഞേ, തലമുറകൾ കൊണ്ടു നടക്കുന്ന ഈ അനുഗ്രഹം നീ പ്രാപിക്കണമോ? ബിൽഡ് ആൻ ഓൾട്ടർ. രാമൻ പറഞ്ഞാട്ട്, altars were places of prayer and intercession. പ്രാർത്ഥനയുടെയും, സ്തോത്രം, ഹല്ലേലൂയ, മധ്യസ്ഥതയുടെ സ്ഥലമാണ് യാഗപീഠങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് യാഗപീഠങ്ങൾക്ക് പ്രസക്തിയുണ്ടോ? സ്തോത്രം. ഇന്ന് കല്ലുകൊണ്ടുള്ള ഫിസിക്കൽ ഓൾട്ടേഴ്സ് ഇല്ല, യാഗങ്ങൾ, ആനിമൽ സാക്രിഫൈസസ് ഇല്ല. സ്തോത്രം, ഹല്ലേലൂയ. സ്റ്റോൺ ഓൾട്ടേഴ്സ് ഇല്ല, ആമേൻ. റിച്വൽസ് ഇല്ല, ഇതൊന്നുമില്ല. ഇതെല്ലാം കാൽവറി ക്രൂശ് കൊണ്ട് അവസാനിച്ചു. ഇന്ന് യാഗമൃഗത്തെ കൊണ്ട് വരണ്ട, കല്ലുകൊണ്ടുള്ള യാഗപീഠം പണിയണ്ട, ഇതൊന്നും ചെയ്യണ്ട. പക്ഷെങ്കിൽ പുതിയ നിയമത്തിനകത്തെ ഓൾട്ടർ
നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി മാറണം. സ്തോത്രം. 2 ആമേൻ സങ്കീർത്തന പുസ്തകത്തിലേക്ക് വന്നാണ് 51-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം വായിച്ചാണ്. സങ്കീർത്തനം 51 17-ാമത്തെ വാക്യം. സ്തോത്രം. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്. നോക്കിയേ, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ എന്താണ്? തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന എന്ത് ചെയ്യല? തകർന്നൊരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. ചില ഹൃദയം ഭയങ്കര കഠിനമാണ്. തകർന്ന ഹൃദയം, നുറുങ്ങിയ ഹൃദയം. സ്തോത്രം. അതാ ഞാൻ പ്രാരംഭത്തിൽ ചിലർക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്നറിയാമോ? ഭയങ്കര കഠിനമുള്ള ഹൃദയമാണ്. ദൈവസന്നിധിയിൽ വരുമ്പോൾ സ്തോത്രം, നമ്മുടെ ഹൃദയം ഒന്ന് തകരണം. നമ്മുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീര് വരുന്നത് നല്ലതാണ്. ദൈവം പ്രസാദിക്കുന്ന യാഗത്തിൻ്റെ പ്രത്യേകതയെ തകർന്നിരിക്കുന്ന ഹൃദയം, തകർന്നും നുറുകിയും ഇരിക്കുന്ന ഹൃദയം ദൈവം എന്ത് ചെയ്യത്തില്ല? ദൈവം നിരസിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നോക്കിയേ, പുതിയ നിയമത്തിൻ്റെ അകത്ത്, ഓൾട്ടറിൻ്റെ അകത്ത് പ്രത്യേകത, നമ്മുടെ ഹൃദയത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. നമുക്ക് പുറമേ എന്തും കാണിക്കാം, പക്ഷെ ഹൃദയം അറിയുന്ന ഒരുവൻ്റെ മുൻപിലാണ് നിൽക്കുന്ന നമുക്ക് ബോധ്യം വേണം. രാമൻ പറഞ്ഞേ, പുറമേ നമുക്ക് എന്തപരിയമാമൻ ഞായറാഴ്ച കാണിക്കാം, പക്ഷെ 6 ദിവസം നമ്മുടെ ഹൃദയം നന്നായി അറിയാകുന്ന ഒരുവന്റെ മുൻപിലാ നാം ഇരിക്കുന്ന ബോധ്യമുണ്ടായിരിക്കണം. പുതിയ നിയമത്തിലെ യാഗപീഠത്തിന്റെ പ്രത്യേകത, നിന്റെ ഹൃദയത്തിന് ഭയങ്കര പങ്കുണ്ട് അതിനകത്ത്. രാമൻ പറഞ്ഞേ, ചിലരെ കാണും പറയാം. അതുകൊണ്ടാണ് ഈ ദാവീദിനെ കുറിച്ച് കർത്താവ്, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. കർത്താവിൻ്റെ ഹൃദയം ദാവീദിനറിയാം. ദാവീദിന്റെ ഹൃദയത്തിന്റെ പുറകിലാണ് ദൈവം നിൽക്കുന്നത്. അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. നോക്കിയേ, ഹാർട്ട് ടു ഹാർട്ട് ബന്ധാണ്, പുറമേയുള്ള പരിപാടിയല്ല. ഇന്ന് രാത്രി സഭയോട് പറയാം, അവൻ നീ യാഗപീഠം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, നിന്റെ ഹൃദയത്തിന് നമ്പർ 1 പ്രയോറിറ്റി ഉണ്ട്. രാമൻ പറഞ്ഞാട്ട് സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം ഹല്ലേലൂയ 15-20 വായിക്കണ്ട. അനുസരണത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ പുതിയ നിയമത്തിനകത്ത് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ലെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. റിപ്പൻറ്റൻസിനും ബ്രോക്കൺനെസ്. ഇഫ് യു ബിൽഡിങ് ആൻ ഓൾട്ടർ, ഒരിക്കലും മറക്കല്ലേ, റിപ്പൻറ്റൻസിനും ബ്രോക്കൺനെസ്സിനും നമ്മുടെ ഹൃദയം ഉടയപ്പെടണം. ചിലപ്പോൾ ദൈവത്തിൽ കരയേണ്ടടുത്ത് കരയണം. സ്തോത്രം. ഹല്ലേലൂയ. മാനസാന്തരപ്പെടേണ്ട മേഖലകളിൽ ജീവിതത്തിനകത്ത് തെറ്റുപറ്റിയാൽ കർത്താവിനോട് തുറന്നു പറഞ്ഞു. ഞാനൊരു പദം പറയാം, ശ്രദ്ധിച്ച് കേൾക്കണേ. ഹല്ലേലൂയ. ലംഘനം മറച്ചു വെക്കുന്നവൻ എന്തു വരത്തില്ല? ശുഭം വരത്തില്ല. ലംഘനങ്ങളെ ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കും. നാം ജീവിതത്തിനകത്തൊരു കുറവ് തെറ്റുപറ്റിപ്പോയാൽ ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും നമ്മുടെ സകല അനീതിയെ പോക്കി ശുദ്ധീകരിക്കാൻ ഇന്ന് രാത്രിയിലും പ്രാപ്തമാണ്. ഇന്ന് രാത്രിയിലും യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ദിനം വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും വചനം പറയുന്നിങ്ങനെയാണ്, ഹിമം പോലെ നമ്മെ ശുദ്ധമാക്കി മാറ്റും. പക്ഷെ എപ്പോഴാണെന്നറിയാമോ? വി ഹാവ് ടു കൺഫസ് ഇറ്റ്. ദൈവം പറയണം, കർത്താവേ, ആ വാക്കുകളിൽ, ഈ ഇടപാടുകൾക്കകത്ത്, ആ നോട്ടത്തിൻ്റെ അകത്ത്, ആ പ്രവൃത്തിക്കകത്ത്, ജീവിതത്തിനകത്ത് എന്തിനെന്ന് പറയുന്നറിയാമോ? ഇഫ് യു ആർ എ പേഴ്സൺ ഹു ബിൽഡ്സ് ആൻ ഓൾട്ടർ, നീ യാഗപീഠം പണിയുന്ന വ്യക്തിയാണെങ്കിൽ ഫ്രീക്വൻ്റ് ജീവിതത്തിൻ്റെ അകത്ത് നിന്റെ കുറവുകളെ നീ പരിശോധിക്കണം. നിന്റെ ജീവിതത്തിലെ വീഴ്ചകളെ പരിശോധിക്കണം. വാക്കുകൾക്കകത്ത് വന്ന കുറവുകളെ നീ പരിശോധിക്കണം. കർത്താവ് പറയും, കർത്താവേ, വീഴ്ചകൾ വന്നു പോയ മേഖലകളുണ്ട്. സ്വന്തം ദൈവജനം പറയുകയാണ്, നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥ അടക്കുക. മഹാപുരോഹിതന്റെ ഓഫീസ് എപ്പോഴാ നമുക്ക് വേണ്ടി ആക്റ്റീവ് ആണെന്നറിയാമോ? when we confess it. നമ്മൾ കൺഫസ് ചെയ്യുന്നില്ലെങ്കിൽ കർത്താവ് നിനക്ക് ഒന്നും ചെയ്യത്തില്ല.
തെറ്റുപറ്റിപ്പോയ കർത്താവ് തെറ്റിപ്പോയെന്ന് പറയണം. ഓക്കെ, ബ്രോക്കൺനെസ് ആൻഡ് റിപ്പൻറ്റൻസ് ഇതിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വചനത്തിന് പ്രാധാന്യമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇതാണ് പുതിയ 3 സ്തോത്രം എന്ന യാഗം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് പുതിയ നിയമത്തിലെ, ഇതെല്ലാം ഹൃദയവുമായി കണക്റ്റഡ്. 2 പേരുടെ ആരാധന ദൈവവചനത്തിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ദാവീദിൻ്റെ ആരാധനയാണ്. ഈ ദാവീദിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് വന്നേ. 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യം. 2 ശമൂവേൽ 6-ാം അധ്യായം 14-ാം വാക്യം. സ്തോത്രം. ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുൻപാകെ നൃത്തം ചെയ്തു. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും ആർപ്പോടും കാഹളനാദത്തോടും കൂടെ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു. സ്തോത്രം. നമുക്ക് ദാവീദിന്റെ ചരിത്രം അറിയാം. ദാവീദ് പെട്ടകം കാണുമ്പോൾ എന്തു ചെയ്യും? പഞ്ഞിനൂലങ്കി ധരിച്ച് രാജാവാണെന്ന് ഓർക്കാതെ തൻ്റെ ഡിഗ്നിറ്റിയൊക്കെ മാറ്റിവെച്ച് ആരെ ആരാധിക്കും? ദൈവത്തെ ആരാധിക്കും. നമ്മുടെ പ്രശ്നം എന്നറിയാമോ? എത്ര ദൈവസാന്നിധ്യം വിട്ടാലും നമ്മുടെ ഡിഗ്നിറ്റി വിട്ട് നമ്മളൊരു കാര്യം ചെയ്യത്തില്ല. ആരാധനയ്ക്കകത്ത് അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഹൃദയത്തിന് ഭയങ്കര ഭാഗം അതിനകത്ത് ഉണ്ട്. ചില ഹൃദയം ഇവിടെ അല്ല ആരാധിക്കുമ്പോൾ. ഞാൻ ആരാധന സമയത്ത് ചിലർ ശ്രദ്ധിക്കാറുണ്ട്, അവരുടെ കൈ പോക്കറ്റില്ല, അനങ്ങത്തില്ല. ഞാൻ ഹല്ലേലൂയ ആദരം ചലിപ്പിക്കാറില്ല. അവൻ ദൈവത്തെ ആരാധിക്കേണ്ട സമയത്ത് ആരാധന എക്സ്പ്രസ് ചെയ്യേണ്ടതാ. അപ്പൊ എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടത്? ദൈവജനം പറയുന്ന കൈത്താളത്തോടുകൂടെ നീ എന്ത് ചെയ്യണം? ദൈവത്തെ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഇനിയും ഈ ഒരു മെഡിക്കലി ഞാനൊരു ഹെൽപ്പ് കൂടെ പറഞ്ഞു തരാം. നമ്മൾ ഈ കൈ ആഞ്ഞടിക്കാമെങ്കിൽ ഈ കൈക്കകത്തൊക്കെ നമ്മുടെ ഒരുമാതിരി അങ്ങനെയല്ല ഡോക്ടറെ, നെർവുകളെല്ലാം കൈയുടെ. അപ്പം കൈ ആഞ്ഞടിക്കുമ്പോൾ അടുത്ത കാലത്തെങ്കിലും ഹാർട്ടിന് പ്രശ്നം ഉണ്ടാകത്തില്ല. എന്നാൽ കൈ ആഞ്ഞടിച്ച് ദൈവത്തെ ആരാധിക്കണം. ഈ പണ്ട് അപ്പച്ചന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചെരുപ്പൊക്കെ ഊരിയിട്ടേച്ച് ഈ കല്ലിൻ്റെ മണ്ടയിൽ കൂടെ നടക്കണമെന്നാണ് പണ്ട് അപ്പച്ചന്മാർ പറയുന്നത്. എന്തിനാണെന്നറിയാമോ? ഈ രക്തോട്ടം ഉണ്ടാകാനായിട്ടാണ്. നീ കൈ അടിച്ചാഞ്ഞ് ദൈവത്തെ ആരാധിച്ചാൽ ഒരു കേട് നിനക്ക് വരത്തില്ല. അതുകൊണ്ട് ഗുണമേ ഉണ്ടാകത്തുള്ളൂ. ഈ കൈ ദൈവം തന്നേക്കുന്നത് കഴിക്കാൻ വേണ്ടി മാത്രമല്ല, ദൈവത്തെ ആരാധിക്കാൻ കൂടാ. ഒരാമൻ പറഞ്ഞേ ഹല്ലേലൂയ. നോക്കിയേ, ഇതെല്ലാം ഇതിനകത്ത് ഭാഗമാണെന്ന്. നിന്റെ ഹൃദയം അതിനകത്തുരണമെന്ന്. ദൈവത്തെ നീ ആരാധിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കണം, പരമാർത്ഥതയോടുകൂടി ആരാധിക്കണം. ആരാധനയ്ക്കകത്ത് നീ കാഴ്ചക്കാരനായി തുടരരുത്, നീ ആരാധനയുടെ ഭാഗമായി മാറണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ശബ്ദം ഉയർത്തി ദൈവത്തെ ആരാധിക്കുമ്പോൾ ശബ്ദം ഉയർത്തി ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. നോക്കിയേ, ദാവീദിന്റെ പ്രത്യേകത എന്നറിയാമോ? അവൻ പെട്ടകം കാണുമ്പോൾ ദാവീദ് അവൻ രാജവസ്ത്രം മാറ്റിവെച്ച് പഞ്ഞിനൂലങ്കി ധരിക്കും. 2, ദാവീദ് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കും. അതുകൊണ്ടാണ് കാട്ടിക്കിടന്നവനെ ദൈവം രാജസ്ഥാനത്ത് കൊണ്ടുവന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, അവനാണ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. എന്നാൽ ദാവീദിന്റെ ഭാര്യയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ദാവീദിന്റെ ഭാര്യയുടെ പേര് മീകൾ എന്നാണ്. ഒന്ന് വായിച്ചേ, 6-ാം അധ്യായം 16-ാം വാക്യം. അങ്ങനെ ദാവീദും ഇസ്രായേൽ 2 ശമൂവേൽ 6:16. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും ആർപ്പോടും കാഹളം. 2 ശമൂവേൽ 6:16. എന്നാൽ യഹോവയുടെ പെട്ടകം ദാവീദ് നഗരത്തിൽ കടക്കുമ്പോൾ ശൗലിന്റെ മകളായ മീകൾ. അപ്പം യഹോവയുടെ പെട്ടകം ദാവീദിന്റെ പട്ടണത്തിലേക്ക് വരുമ്പോൾ ശൗലിന്റെ മകളായ മീകൾ കിളിവാതിൽ കൂടി നോക്കി ദാവീദ് രാജാവ്. അപ്പൊ നോക്കി, ആരുടെ മോളായി പുള്ളി? ശൗലിന്റെ. അവൻ യാഗപീഠം പണിയുകയല്ല, അവൻ യാഗപീഠം പൊളിക്കുന്നവനാ. അവന്റെ മോടെ പരിപാടി എന്നാ? പരിഹസം. ശൗലിന്റെ മകളായ മീകൾ എന്ത് ചെയ്യുവാ? വായിച്ചാട്ടെ. ശൗലിന്റെ മകളായ മീകൾ കിളിവാതിലിൽ കൂടെ നോക്കുമ്പോൾ ദാവീദ് രാജാവ് യഹോവയുടെ മുമ്പാകെ കുതിച്ചും നൃത്തം ചെയ്യുന്നത് കണ്ട് തന്റെ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. കണ്ടോ? യാഗപീഠം പണിയുന്നവനും യാഗപീഠം പൊളിക്കുന്നവരുടെ പ്രത്യേകതയാ, ഒരുത്തൻ ദൈവത്തെ പഞ്ഞിനൂലങ്കി ധരിച്ച്. See, that is honoring God.
നാം ദൈവത്തെ ഓണർ ചെയ്യുന്നവരായിരിക്കണം. ആരാധന സമയത്ത് ഞാൻ കുഞ്ഞുങ്ങളോട് അതുകൊണ്ട് വളരെ താഴ്മയോട് പറയാറുണ്ട്, നമ്മുടെ ആരാധന നടക്കുമ്പോൾ ടീച്ച് അവർ ചിൽഡ്രൻ ടു സിറ്റ് പ്രോപ്പർലി, സ്റ്റാൻഡ് പ്രോപ്പർലി. നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെയുള്ള പഠിപ്പിക്കണം. സ്തോത്രം. ഞാൻ ആരാധന സമയത്ത് കുഞ്ഞുങ്ങൾ പട്ടം പറപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് ഓണറിങ് ഗോഡ്. വളരെ ദുഃഖം തോന്നിയിട്ടുണ്ട്. എനിക്കറിയാം, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വളരുന്ന വീടുകൾ യാഗപീഠം പണിയുകയല്ല, they are destroying altars. അവർ ദൈവ സാന്നിധ്യത്തെ അപമാനിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് ഇരുത്തണം കുഞ്ഞുങ്ങളെ. എനിക്ക് ഈ ഭാഗം പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചിലർ ഇത് ഞാൻ UK-ലാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം, പക്ഷേ പിണങ്ങുമെന്ന് എനിക്കറിയത്തില്ല. പിണങ്ങിയാൽ ഞാൻ പറയുക, ഈ മക്കളെ സ്നേഹിക്കുന്നവർ എന്തുകൂടെ സ്നേഹിക്കണമെന്നാണ് വചനം പറയുന്നത്. ചിലർക്കെ അറിയത്തുള്ളൂ. UK-ലാണ് നമ്മൾ ഇപ്പം ഇവിടുത്തെ സിറ്റിസൺഷിപ്പും ഇവിടുത്തെ പാസ്പോർട്ടൊക്കെ ആയതുകൊണ്ട് നമ്മൾ ചില വാക്യങ്ങൾ അങ്ങ് എഴുതി തള്ളി. എന്ത് വേണമെന്നാ? വടിയെ കൂടെ സ്നേഹിക്കണമെന്ന്. ഈ വടിയെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിരിക്കും. അതിൻ്റെ എന്താ അതിൻ്റെ ശരിക്കർത്ഥം? അല്ല കീച്ചു കൊടുക്കണമെന്ന്, അങ്ങനല്ലേ? അല്ല, വടിയെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിരിക്കും. അതിൻ്റെ അർത്ഥം എന്തു? അങ്ങനല്ലേ എൻ്റെ അർത്ഥം? എനിക്ക് തെറ്റിപ്പോയതാണോ? ഇവിടെ പിള്ളേരെ അടിച്ചു വളർത്തുന്ന പിള്ളേർ ഗുണം പിടിച്ചിട്ടേ ഉള്ളൂ. എനിക്കൊക്കെ നല്ല അടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എവിടെ നിൽക്കുക? നല്ല എവിടെ നിൽക്കുക? എനിക്ക് നല്ല ഉറപ്പാണ്. സ്തോത്രം, ഹല്ലേലൂയ. കവളം മടലിനൊക്കെ നല്ല അടി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് കവളം മടലിന് അടി കിട്ടിയവർ ഈ നന്നായിട്ടിരിപ്പണമെന്ന് എനിക്കറിയാം. അവരുടെ ആരാധന കാണുമ്പോഴറിയാം. ബെസ്റ്റ് ആരാധന അവരുടെ. ഹല്ലേലൂയ. സി, നമ്മൾ UK-ലാണ്. ഇതൊക്കെ സത്യമാണ്. നാളെ നിന്റെ എന്നോട് പിണങ്ങല്ലേ, നാളെ നിന്റെ തലമുറ നിന്റെ കൂടെ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അവൻ കുഞ്ഞുങ്ങളെ എന്തുകൂടെ സ്നേഹിക്കും. വടിയെ കൂടെ നീ സ്നേഹിച്ചോണം. ഇടയ്ക്കിടയ്ക്ക് നിന്റെ വീട്ടിലൊരു കൊച്ചു വടിയുള്ള നല്ലതാ. സ്വതന്ത്രം ലൈവ് ഉണ്ടെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. അവൻ നോക്കേ, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, നീ പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഉപദേശിക്കണം, നീ ഉപദേശിക്കണം. കുഞ്ഞുങ്ങളെ അച്ചടക്കം നീ പഠിപ്പിക്കണം. നിന്റെ ജീവിത കുഞ്ഞുങ്ങൾക്ക് മാതൃകയായിരിക്കണം. ഈ പല കുഞ്ഞുങ്ങളുടെയും അവരുടെ വായിൽ നിന്ന് വരുന്ന വൊക്കാബുലറി ശ്രദ്ധിച്ചാൽ അറിയാം. സ്തോത്രം, ഹല്ലേലൂയ. ഈ അവരുടെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. രാമേ പറഞ്ഞേ, ഇതെല്ലാം നമ്മൾ നമ്മുടെ കൈ കുഞ്ഞുങ്ങളെ തന്നേക്കുന്നത് കല്യാണം കഴിച്ചുകൊണ്ട് 2 പിള്ളേരോ 3 പിള്ളേരോ ഉണ്ടായതല്ല. അവൻ നിനക്ക് തലമുറകളെ തന്നത് തലമുറകളെ ദൈവകൃപയെ വളർത്താനാ. അതിന്റെ ഉത്തരവാദി മാതാപിതാക്കളാ. രാമേ പറഞ്ഞേ. സോ വടിയെ സ്നേഹിക്കേണ്ടത് നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അന്നേരം പിന്നെ പാസ്റ്റർ പ്രാർത്ഥിക്കാഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്തോത്രം, ഹല്ലേലൂയ. നോക്കിയേ, ഇവിടെ നോക്കിയേ, 6 മകളാ ആ മീകള്. ശൗലിന്റെ മകളാ. പുള്ളിയുടെ പണി യാഗപീഠം പൊളിക്കുക, അഭിഷേകമുള്ളവനെ കുന്തത്തിന് കുത്തുക. സ്തോത്രം, ഇതൊക്കെയാണ് ശൗലിന്റെ പണി. അവളുടെ മകള് വന്നപ്പോൾ എന്നാ ചെയ്യുന്നറിയാമോ? അഭിഷേകമുള്ളവനെ, അവൻ ദൈവത്തെ ഓണർ ചെയ്യുന്നവനെ, ദൈവത്തെ ആരാധിക്കുന്നവനെ നിന്ദിക്കുകയാ പണി. ഒരിക്കലും മറക്കൽ. നമ്മുടെ വീടുകൾക്കകത്ത് കോർപ്പറേറ്റ് വർഷിപ്പിനകത്ത് മാത്രമല്ല, നമ്മുടെ വീടുകൾക്കകത്ത് ആരാധന ഉയരണം. അവൻ should be worship. അവൻ in our home, അവൻ നമ്മുടെ പേഴ്സണൽ സ്പേസിന്റെ അകത്ത് ആരാധന ഉയർന്നിരിക്കണം. അതാ ഞാൻ പറഞ്ഞത്. ചില ഭവനങ്ങൾക്കകത്ത് ചെല്ലുമ്പോൾ അറിയാം, അവിടെ ആരാധന ഇല്ല, ദൈവ സാന്നിധ്യമില്ല, ദൈവത്തെ ഓണർ ചെയ്യാറില്ല. ഈ ദൈവത്തെ ഓണർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ വീടിനകത്ത് ഭർത്താവ് എന്ന നിലയിലും ഭാര്യ എന്ന നിലയിലും മക്കൾ എന്ന നിലയിലും നമ്മളായിരിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയ്ക്കകത്ത് വേണം നാം ജീവിക്കാൻ. ഭാര്യമാരെ ഭർത്താക്കന്മാരെ എന്ത് ചെയ്യണം? ഓണർ ചെയ്യണം. ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഈ ഓർഡർ കുടുംബങ്ങൾക്കകത്ത് ഉണ്ടായിരിക്കണം. നോക്കിയേ, ഇത് യാഗപീഠം പണിയുന്നവരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. നോക്കിയേ, ഈ മീകൾ എന്ത് ചെയ്തു? ദൈവത്തെ നിന്ദിച്ചു. ഒരു വാക്യോട് വായിച്ചു, താട്ട് വായിച്ചാട്ടെ. അവർ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായി അടച്ചിരുന്ന കൂടാരത്തിന്റെ നടുവിൽ അതിന്റെ സ്ഥാനത്ത് വെച്ചു. പിന്നെ ദാവീദ് യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിച്ചു. ദാവീദ് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു തീർന്ന ശേഷം
അവർ ജനത്തെ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. പിന്നെ അവൻ ഇസ്രായേലിന്റെ സർവ്വസംഘവുമായ സകല ജനത്തിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആളൊന്നിന് ഒരു അപ്പവും ഒരു കഷ്ണം മാംസവും ഒരു മുന്തിരിയടയും വീതം പങ്കിട്ട് കൊടുത്തു. ജനമൊക്കെയും താന്താന്റെ വീട്ടിലേക്ക് പോയി. അനന്തരം ദാവീദ് തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതിന് മടങ്ങി വന്നപ്പോൾ ശൗലിന്റെ മകളായ മീഖൽ ദാവീദിനെ എതിരേറ്റ് ചെന്ന് നിസ്സാരന്മാരിൽ ഒരുത്തനെ തന്നെത്താൻ അനാവൃതമാക്കുന്നത് പോലെ ഇന്ന് തന്റെ ദാസന്മാരുടെ ദാസികൾ കാണുകെ തന്നെത്താൻ അനാവൃതമാക്കിയ. ശ്രദ്ധിച്ചോണേ, മീകൾ എന്നാ പറഞ്ഞറിയാം? നീ എല്ലാവരുടെ മുൻപിൽ തന്നെത്താൻ അനാവൃതമാക്കുകയായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. ഇസ്രായേൽ രാജാവ് ഇന്ന് എത്ര മഹത്വമുള്ളവൻ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ദാവീദ് മീഖലിനോട് യഹോവയുടെ ജനമായ ഇസ്രായേലിന്റെ പ്രഭുവായ നിയമിക്കുവാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവന്റെ സകല ഗ്രഹത്തിലും ഉപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ അതേ യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും. ദാവീദ് പറഞ്ഞ പദം ശ്രദ്ധിച്ചോണേ. അവൻ നിന്റെ അപ്പനേക്കാൾ ശ്രേഷ്ഠനും ദൈവമെന്ന് എണ്ണി ഈ പദവികളെ തന്നതുകൊണ്ട് ഇന്ന് രാത്രി ദൂത് പറയാം, നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളും പദവികളും നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ യോഗ്യതകൾ കൊണ്ടല്ല, അവൻ ദൈവം തന്ന ദാനമാണെന്ന് ഉറപ്പുള്ളവർ ഒന്ന് നന്ദി പറഞ്ഞ് ഇന്ന് രാത്രി ആരാധനയ്ക്കകത്ത് നിനക്ക് ലിമിറ്റ് ഉണ്ടാകരുത്, ആരാധനയ്ക്ക് പഞ്ഞമുണ്ടാകരുത്, നിന്റെ ജീവിതം ആരാധനയായി മാറണമെന്ന്. ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ്, നീ എത്ര പറഞ്ഞാലും, നീ എത്ര പരിഹസിച്ചാലും, നീ എത്ര നിന്ദിച്ചാലും ഞാൻ എന്റെ ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കും. നമ്മുടെ ജീവിതത്തിന് അതിബോധ്യമാണ് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുമെന്ന്. മലയാളികളാണ് നമുക്ക് നൃത്തം ചെയ്ത് ആരാധിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് അങ്ങനെ ട്രെയിനിങ്. പക്ഷെ ആഫ്രിക്ക ചെല്ലാമെങ്കിൽ അവർ നൃത്തം ചെയ്ത് ആരാധിക്കത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം? നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കും. 23-ാം വാക്യം കൊടുത്ത് വായിച്ചേ. എന്നാൽ ശൗലിന്റെ മകളായ മീഖലിന് ജീവപര്യന്തം ഒരു കുട്ടിയും ഉണ്ടായില്ല. കണ്ടോണേ, ദൈവത്തെ ഓണർ ചെയ്യാത്ത, ആരാധനയെ നിന്ദിക്കുന്നവള് അനുഗ്രഹമാണോ പ്രാപിച്ചത്, ശാപമാണോ പ്രാപിച്ചത്? എന്തോ പ്രാപിച്ചത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരാധന സമയത്ത് ഉറങ്ങരുത്. നീ ആരാധന സമയത്ത് ഉറങ്ങുകയാണെങ്കിൽ ആരെ നിന്ദിക്കുക? ഡോണ്ട് ഡു ദാറ്റ്. എല്ലാത്തിനും കാരണങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, there are roots for certain things. ചില വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ച മറുപടി ഇല്ല. എന്നാന്നറിയാമോ? എവിടെയോ റൂട്ട് കിടക്കുക. സ്തോത്രം. നീ ഓൾട്ടർ പണിയല്ല, നീ ഓൾട്ടർ പൊളിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ചില വിഷയത്തിന് മറുപടി ഉണ്ടാകാത്തത്. ഞാൻ അത്രയും പറഞ്ഞ ഭാഗം ഇടുകയാണ്. സ്തോത്രം. നോക്കിയേ, ഞാൻ പറയേണ്ട ഭാഗത്തിലേക്ക് വന്നിട്ടില്ല. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനോട് ഇടപെട്ടൊരു ഭാഗം കൂടെ പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കുക. സ്തോത്രം. there are good altars, godly altars, രണ്ട് ഈവിൾ ഓൾട്ടറുകളുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത്. ഓൾവേസ് ഗെറ്റ് കണക്റ്റഡ്. നീ ദൈവത്തിന് യാഗപീഠം പണിയണം. നമ്മുടെ വീട്, നമ്മുടെ അന്തരീക്ഷമെല്ലാം ദൈവത്തിൻ്റെ യാഗപീഠങ്ങളെ പണിയും. നമ്മുടെ വീടൊരു യാഗമായി, ഓൾട്ടറായി മാറണം. നമ്മുടെ പ്രാർത്ഥനാമുറി ഓൾട്ടറായി മാറണം. നാം വ്യക്തിപരമായി നമ്മുടെ ജീവിതം ഓൾട്ടറായി, നമ്മുടെ ശരീരം ദൈവസന്നിധി സമർപ്പിക്കണം, നമ്മുടെ ഹൃദയം ദൈവസന്നിധി സമർപ്പിക്കണം. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയും ആരാധനയും ഉപവാസവും ഇങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ക്രിസ്തീവിതമാണ് നീ നയിക്കുന്നതെങ്കിൽ you are somebody who builds an altar to God. അങ്ങനെ ദൈവത്തിന് യാഗപീഠം പണിയുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നീയുമായി ഉടമ്പടി ചെയ്യാൻ ഇറങ്ങി വരും. ദൈവീയ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിക്കും. സ്തോത്രം. ചില വ്യക്തികളെ നോക്കിയാൽ അറിയാം, അവർ അനുഗ്രഹങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക. എന്നാ കാര്യം എന്നറിയാമോ? അവരുടെ പേഴ്സണൽ ലൈഫിൻ്റെ അകത്ത് അവർ ദൈവത്തെ ആരാധിക്കുക. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് രഹസ്യ പ്രാർത്ഥനയുണ്ട്, വചന ധ്യാനമുണ്ട്, അവർ വിശ്വസ്തരാണ്, അവർ കമ്മിറ്റഡ് ആണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം അവർക്ക് ഉടമ്പടിയുണ്ട്. ഇങ്ങനെ ജീവിക്കുന്നവൻ ദൈവത്തിന് ഏതു സാഹചര്യം അവന്റെ മുൻപിൽ വന്നാലും he has an altar, he is a person who builds an altar. അവൻ ക്ഷീണിക്കത്തില്ല, അവൻ തളരത്തില്ല, ഒരു ശക്തിക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. കാരണം ആരുമായിട്ട് ബന്ധം എന്നറിയാമോ? ദൈവമായിട്ട് ബന്ധം.
ഇന്ന് രാത്രി ഞാൻ ഇത്രയും 2-3 ആഴ്ച പറഞ്ഞതിന്റെ സാരം ഇതാണ്. അപ്പസ്തോലിക് റിവൈവൽ ചർച്ച്, അവൻ ഇതിനകത്തുള്ള കുടുംബങ്ങൾ, നീ യാഗപീഠം പൊളിക്കുന്നവനാകരുത്. അവൻ ഇതുവരെ നീ യാഗപീഠം പണിതിട്ടില്ലെങ്കിൽ യാഗപീഠങ്ങൾ പണിയാൻ തുടങ്ങുക. നിന്റെ ഭവനത്തിന് അന്തരീക്ഷം ദൈവത്തിന് വിശുദ്ധമായിരിക്കട്ടെ. നിന്റെ വ്യക്തിപരമായ ജീവിതം, നിന്റെ ശരീരം വിശുദ്ധമായിരിക്കട്ടെ. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആരാധന ഉയരണം. ഇച്ചിരി കോസ്റ്റ്ലി ആയത്, ഇച്ചിരി വില മുടക്കിയൊക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇച്ചിരി വില മുടക്കണം. നമ്മൾ ചുമ്മാ നടക്കത്തില്ല. സാക്രിഫൈസസ് ആർ ഓൾവേസ് കോസ്റ്റ്ലി. ദൈവജനത്തിന് അത് വാക്യമുണ്ട്. എൻ്റെ ഓർമ്മയിൽ ദാവീദ് പറഞ്ഞതാ, വിലയില്ലാത്തതൊന്നും ഞാൻ ദൈവത്തിന് അർപ്പിക്കത്തില്ല. കണ്ടോ, ജയിച്ച ഒരുവൻ, ദൈവത്തിന് അനുഗ്രഹം പ്രാപിച്ചവരും പറയുക, ഞാൻ എപ്പോഴെങ്കിലും ദൈവത്തിന് യാഗമായി ഓഫറിങ് സംതിങ് ടു ഗാഡ്, ഇറ്റ് വിൽ ബി എ കോസ്റ്റ്ലി വൺ, ബിക്കോസ് ഹി നോസ് ഹൂ ഹിസ് ഗാഡ് ഈസ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഓഫറിങ് കാണുമ്പോൾ ദൈവത്തെ നിന്ദിക്കുന്നതാകരുത്. ഞാൻ പറയുന്നത് കാശിൻ്റെ കാര്യമല്ല പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചിലരുടെ ആരാധന കാണുമ്പോൾ അറിയാം എന്നോ പഞ്ഞാന്നറിയാമോ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഡെസ്റ്റിനെ നമുക്കറിയാം, അവന് ദൈവമായി ബന്ധമില്ല, ശബ്ദം പുറത്തു വരുന്നേ ഇല്ല. അവൻ ദൈവത്തെ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദൈവം നേക്കുമുള്ളത് എന്ന് ദൈവത്തെ ആരാധിക്കാൻ പറയുമ്പോൾ നിന്റെ ശബ്ദം പുറത്തു വരണമെന്ന്, അവൻ കരങ്ങൾ ഉയരണമെന്ന്. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന്, അവൻ വലിയവനാണ്, അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ് എന്ന് നീ പറയുമ്പോൾ നിന്റെ കൈ അറിയാതെ ഉയരണം. യാഗപീഠം പണിയുന്ന വ്യക്തിയാണോ അവൻ, ഇന്ന് രാത്രി ബന്ധങ്ങൾ സ്ഥാപിച്ചോണം. ഞാൻ പദം പറയും, ഇന്ന് രാത്രി മുതൽ നമ്മുടെ വീടിന്റെ അന്തരീക്ഷങ്ങൾ മാറിയിരിക്കണം. സമയം പോകണമെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി മുതൽ നമ്മുടെ വീടിന്റെ അന്തരീക്ഷം മാറണം. എവിടെയെങ്കിലും ദൈവികമല്ലാത്ത യാഗപീഠങ്ങളുമായി നീ കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ ഡിസ്കണക്ട് ചെയ്തോണം. ഞാൻ ഇനി പറയുമ്പോൾ ശ്രദ്ധിച്ചോണേ, നമ്മൾ പോലും അറിയാതെ നമ്മൾ പലയിടത്തും കണക്റ്റഡാ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, നമ്മുടെ വീടിൻ്റെ അകത്ത് ദൈവികമല്ലാത്ത ഒന്നും കാണല്ലേ. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് അനുഭവം പറയാം. ഒരു സീനറിയുടെ ഒരു പടം മേടിച്ച് വീട്ടിൽ വെക്കാൻ എന്ന് പറഞ്ഞാൽ, ഭിത്തിക്ക് ചുവരിന് ഭംഗി നൽകുന്ന ഒരു സാധനം മേടിച്ച് വീട്ടിൽ വെക്കാനാണേലും 2 പ്രാവശ്യം ചിന്തിക്കും, ഇതിൻ്റെ പിന്നിൽ എന്നേലും സാധനം ഉണ്ടോയെന്ന്. കാരണം നിൻ്റെ വീടിൻ്റെ അകത്ത് ആരാധന ഉയരേണ്ട സ്ഥലം, ദൈവസാന്നിധ്യമുള്ള സ്ഥലത്ത് എന്തായിരിക്കണം, അതിന് വിരുദ്ധമായിട്ടൊന്നും വന്നു കയറല്ലേ. ഞാനൊരു പദം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഈ നമ്മളെന്ന് പറയുമ്പോൾ കാണുന്നവരുണ്ടോ കാണുന്നവരില്ല എനിക്കറിയത്തില്ല. ഈ കാണുന്ന പല മൂവികളുടെയും പിൻപിൽ there are demonic altars. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടൊരു കാര്യമുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഹോളിവുഡ് മൂവീസ് ഇറങ്ങുന്ന അതിൻ്റെ കേന്ദ്രം കാലിഫോർണിയയാണ്. അവിടെ ചെന്നാൽ they publicly declare they belongs to Satan. ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മളിത് ഭയങ്കര രസമാണെന്ന് പറഞ്ഞ് 2.5 മണിക്കൂർ രസിക്കാൻ കാണുക. പക്ഷെ എവിടുന്ന് വരുന്നതെന്നറിയാമോ? ഇത് അവൻ്റെ ഓൾട്ടറിൽ നിന്നാണ് ഇത് വരുന്നത്. നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ട പല കാര്യങ്ങളും നമ്മൾ ഗൗരവമല്ലാതെ എടുക്കുക. ഇതെവിടുന്ന് വരിക എന്നറിയാമോ? ഇനി നമ്മുടെ കേരളത്തിലെ കാര്യം നോക്കിയാൽ അറിയാം. അവൻ ഈ സാധനം ഉണ്ടാക്കുമ്പോൾ അവൻ ഓൾട്ടറുമായി ഇത് വിജയിക്കാൻ, പണമുണ്ടാക്കാൻ, ലാഭമുണ്ടാക്കാൻ, ഒത്തിരി പേരെ അട്രാക്ട് ചെയ്യാൻ, ഹി കണക്ട് ദാറ്റ് വിത്ത് എ ഡിമോണിക് ഓൾട്ടർ. ഇതിന് പിന്നിൽ ഭയങ്കര പരിപാടി ചെയ്ത് പൂജയൊക്കെ ചെയ്ത് അഴിച്ചുവിടുന്ന സാധനം നമ്മുടെ ലിവിങ് റൂമിൻ്റെ അകത്ത് വെച്ച് അവൻ യാഗപീഠം പണിയേണ്ട നീ ഇത് കണ്ട് രസിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഭാഷ പറയാൻ നിങ്ങൾ ഏറ്റെടുക്കണമെന്നില്ല. യു ആർ അറ്റാച്ചിങ് yourself with something, hallelujah, unclean, അല്ലെങ്കിൽ ദൈവികമല്ലാത്തൊരു ഓൾട്ടറുമായി നീ നിന്നെ തന്നെ ടൈ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നീ ബന്ധിക്കപ്പെട്ടവനായി തുടരുന്നത്. രാമൻ പറഞ്ഞേ, സമയം അടുത്ത 10 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് സമയം തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ
അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ, സമയം പോയി, സോറി, സ്തോത്രം. അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടുവന്നൊരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ അവർ പോലും they don't know what they are doing. കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുക? അടിമ വെക്കുക. വിഗ്രഹങ്ങളുടെ മുൻപിൽ, അന്യാരാധന കേന്ദ്രങ്ങൾക്കകത്ത് എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അച്ഛൻ്റെ മോനുണ്ട്. എന്ത് ചെയ്യുക? അടിമ വെക്കുക എന്ന് പറഞ്ഞാൽ നീ പോലും അറിയാതെ നിന്റെ തലമുറയെ എന്തിൻ്റെ മുന്നിൽ കൊണ്ട് സമർപ്പിക്കാന്നറിയാമോ? എ ഡിമോണിക് ഓൾട്ടർ. വളരെ ഗൗരവമായിട്ട് എടുക്കണം. ഇനി അതൊക്കെ പോട്ടെ, എല്ലാവരും ഒന്നും ചെയ്യാറില്ല. സ്തോത്രം. ഈ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന 1-2 കാര്യങ്ങൾ പറയണമെന്ന് എനിക്കുണ്ട്. സ്തോത്രം. കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരക്ഷരമൊക്കെ എഴുതാറാകുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് അക്ഷരം എഴുതിക്കുന്നൊരു പരിപാടിയുണ്ട്. ആരും ചെയ്തിട്ടുണ്ടോ? ആചാരെ കൊണ്ടുവന്നോ ഏത് ദിവസം അച്ഛ എഴുതിക്കുന്നേ? റൈറ്റ്. കണ്ടോ? എന്താ അതിന് പറയുന്നത്? പഞ്ചാക്ഷരം എന്നാ പറയുന്നത്. ഏത് ദിവസം എഴുതിക്കുന്നറിയാമോ? നമുക്കൊന്നും അറിയത്തില്ല. വിജയദശമി. സ്തോത്രം. ഹല്ലേലൂയ. എ മേജർ ഹിന്ദു ഫെസ്റ്റിവൽ. ഹല്ലേലൂയ. ends 9th day of നവരാത്രി ആൻഡ് ദുർഗാ പൂജ. ദുർഗാ പൂജയുടെ നവരാത്രി എന്ന് പറഞ്ഞാൽ ആ സെലിബ്രേഷൻ്റെ വിജയദശമിയുടെ 9ാമത്തെ ദിവസം. ഹല്ലേലൂയ. ദുർഗാ പൂജ നടക്കുന്ന ദിവസമാണ് ഈ പർട്ടിക്കുലർ ഡേ. അന്ന് എന്തിന് എന്തിനുള്ള ദിവസമാണ്? വിദ്യാരംഭത്തിലുള്ള ദിവസമാണ്. പെന്തിക്കോസുകാരനായ ഞാനും കൈ കുരുത്തോല പിടിച്ചോണ്ട് എവിടെ പോവുക? ആശാനെ കൊണ്ട് എഴുതിക്കാൻ. ആദ്യം എഴുതിക്കുന്ന എന്താണെന്നറിയാമോ? ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കണം. ഞാൻ ചെറിയൊരു കാര്യമല്ല പറഞ്ഞത്. വി ആർ അറ്റാച്ചിങ് നാം പോലും അറിയാതെ അറ്റാച്ചിങ് ourselves to a demonic altar. രാമൻ പറഞ്ഞേ, നമുക്കിത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി ഇങ്ങനെയുള്ള സാധനത്തെ എല്ലാം നമ്മൾ കൺഫസ് ചെയ്ത് ബ്രേക്ക് ചെയ്യണം. ഇപ്പോൾ ഇത് വന്ന് പാസ്റ്റർമാരും ചെയ്യുന്നുണ്ട്. പാസ്റ്റർമാർ കുരുത്തോ ഈ ഇലയിലല്ല എഴുതിക്കുന്നത്, അരിക്കകത്ത് വിശദീകരിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാപ്പാ ഈ പണി ചെയ്യുന്നത്? 2 വചനം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കേണ്ടിടത്ത് സ്തോത്രം അത് പറഞ്ഞു കൊടുക്കാതെ ഈ ജാതികൾ ചെയ്തു വരുന്നത് പലരും നമ്മൾ എടുത്തു കഴിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നാം ഒഴിഞ്ഞിരിക്കേണ്ടതിനെ ഒഴിഞ്ഞിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പുതിയ നിയമത്തിനകത്ത് ഓൾട്ടർ എന്ന് പറയല്ലേ? there are ആമേൻ demonic altars. നമ്മുടെ ലൈഫിൻ്റെ ഓരോ ഏരിയ പോലും അങ്ങനെയുള്ളതുമായി അറ്റാച്ച്ഡ് ആകരുത്. ഒരു കാര്യം കൂടെ പറയാം. കുഞ്ഞുങ്ങൾ ജനിച്ച് 28 ദിവസം ആകുമ്പോൾ ഒരു ചടങ്ങുണ്ട്, നൂലുകെട്ട്. അരയിലുണ്ടെങ്കിൽ ഇന്നങ്ങ് എടുത്തോണം അത്. സ്തോത്രം. ഹല്ലേലൂയ. പെന്തിക്കോസുകാരും ചെയ്യുന്നുണ്ട്. എന്ത് കെട്ടുവാന്നറിയാമോ? എന്ത് കെട്ടുക? ഏത് ദിവസം? 28ാമത്തെ ദിവസമാണിത് ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ചരിത്രം പറയുന്നില്ല. ഇതിൻ്റെ എല്ലാം പിൻപിൽ there is an altar behind that. മറ്റൊന്നാ നമ്മൾ കാണിക്കുന്ന വീട് മേടിക്കുമ്പം പാല് കാച്ചുന്ന പരിപാടി. ശരിക്കും എന്താ എൻ്റെ പിന്നിലെ കാര്യം എന്നറിയാമോ? അവർ ചെയ്യുന്നൊരു മിൽക്ക് ഓഫറിങ് എന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ പിൻപിൽ സ്തോത്രം. ഹല്ലേലൂയ. ഗൃഹപ്രവേശ പൂജ ആർ derived from Hindu tradition, Hindu scriptures. എന്ന് പറഞ്ഞാൽ they are offering milk offering to goddesses ലക്ഷ്മി എന്ന് പറഞ്ഞാൽ അവരുടെ ദേവതയ്ക്ക് പാല് കൊണ്ട് ഒരു ഓഫറിങ് ചെയ്യുക. ഇപ്പം വന്ന് ആരാ ചെയ്യും? നമ്മളും അത് ചെയ്യുക. ഞാൻ അടുത്ത സമയത്തൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ പാല് തിളപ്പിക്കാൻ എടുത്ത് വെച്ചേക്കുക. പാല് തിളപ്പിച്ചതല്ല, അവർക്കത് തിളപ്പിച്ച് ഇങ്ങനെ ഒഴുകണം. എവിടുന്ന് കിട്ടി നിനക്കിത്? നമ്മൾ പോലും അറിയാതെ പലതുമായി. എന്നിട്ട് നീ ദൈവപതിലായി തുടരുക, നീ അറിയാതെ പലതുമായി അറ്റാച്ച്ഡ് ആകുക. ദൈവസ്വരം എഴുന്നേറ്റാട്ട്.
ഹല്ലേലൂയ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ദൈവസ്വമിനിറ്റ് എഴുന്നേറ്റാട്ട് സ്തോത്രം. നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ പ്രസാദമാണ്, അന്യ ശക്തികളുടെ പ്രസാദമല്ല നമുക്ക് വേണ്ടത്. ഇന്ന് രാത്രി 1 മിനിറ്റ് പ്രാർത്ഥിച്ചേ, ദൈവകരത്തിലേക്കൊന്ന് പ്രാർത്ഥിച്ചാൽ. ഇന്ന് രാത്രി സറണ്ടർ അവർ ലൈഫ്. ദൈവത്തോട് പറഞ്ഞ് എൻ്റെ ജീവിതത്തെ ദൈവിക യാഗപീഠങ്ങളെ പണിയാൻ ഞാൻ സമർപ്പിക്കുകയാണ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ദൈവിക യാഗപീഠങ്ങളെ പണിയാൻ ഇതുവരെ ഞാൻ യാഗപീഠം പൊളിച്ചിട്ടുണ്ട്. അതെൻ്റെ വാക്കുകൾ കൊണ്ട്, പ്രവർത്തികൾ കൊണ്ട്, ഇടപാടുകൾ കൊണ്ട്. ഇന്ന് രാത്രി കല്ല് ഓരോ കല്ലുകൾ പിറക്കിയെടുത്ത് വെച്ച് ദൈവിക യാഗപീഠത്തെ പടനിമത്തി പണിതതുപോലെ ഇന്ന് രാത്രി ദൈവത്തോടൊന്ന് പറഞ്ഞേ ആമേൻ. ഇന്ന് രാത്രി മുതൽ ദൈവം, ഇന്ന് മുതൽ എൻ്റെ പ്രാർത്ഥന, എൻ്റെ ഹൃദയം, എൻ്റെ വ്യക്തിപരമായ ജീവിതം, എൻ്റെ ശരീരം, സ്തോത്രം ഹല്ലേലൂയ, എൻ്റെ അധ്വാനം, എൻ്റെ പണം, ഇതെല്ലാം ദൈവത്തിന് യാഗമായി ഇന്ന് രാത്രി സമർപ്പിക്കുന്ന എത്ര പേർ പറയും? ഇന്ന് രാത്രി ട്രൂ സറണ്ടർ എത്ര പേർക്കുണ്ട്? വിത്തൗട്ട് എ ട്രൂ സറണ്ടർ യു കാൻ ബിൽഡ് ആൻ ഓൾട്ടർ. നീ ദൈവത്തിന്റെ യാഗപീഠം പണിയുന്നെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ, യഥാർത്ഥ സമർപ്പണം ആവശ്യമാണ്. നിന്റെ ഹൃദയം ആമേൻ ഉടയേണ്ടടത്തുടയണം. തകർന്നിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ പ്രസാദം. ഹല്ലേലൂയ. മാനസാന്തരപ്പെടേണ്ടടുത്ത് മാനസാന്തരപ്പെടണം. ഇന്ന് രാത്രി അടുത്ത 1-1.5 മിനിറ്റുകൾ ദൈവത്തോർന്ന് സമയം ചെലവഴിച്ചാട്ട് യാഗപീഠം പണിയാൻ ജീവിതത്തിന്റെ മേഖലയ്ക്കകത്ത് എവിടെയെങ്കിലും ദൈവികമല്ലാത്ത പൈശാചിക ഓൾട്ടറുമായി നീ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ചില മിനിറ്റുകൾക്കകത്ത് ഇന്ന് രാത്രി തകരട്ടെ. നീ അറിയാതെ ചെയ്തു പോയതാ. ദൈവത്തോട് ഇന്ന് രാത്രി ഏറ്റുപറ, കർത്താവ് ഞാൻ അറിഞ്ഞില്ല, അതിനു മുൻപ് വ്യാപരിച്ച ഞാൻ കണ്ട് അറിഞ്ഞില്ല, എനിക്കത് അറിയത്തില്ലായിരുന്നു. ഇന്ന് രാത്രി ലോർഡ് I confess that, I renounce that, I break every attachment, every attachment with the demonic altar. ഞാൻ അറിയാതെ ചെറിയ പ്രായത്തിൽ ആമേൻ ഹല്ലേലൂയ വന്നുപോയി അങ്ങനത്തെ ഇൻഫ്ലുവൻസുകളെ ഞാൻ ദൈവസേ ഇന്ന് രാത്രി നീ തുറന്ന ഹൃദയത്തോടെ ദൈവസേനെ ചിലത് ഏറ്റുപറയാമെങ്കിൽ നിന്റെ ഭവനത്തിന്റെ ഉള്ളറയ്ക്കകത്ത് ഇന്ന് രാത്രി ദൈവം ചില വിഷയങ്ങളെ ഡീൽ ചെയ്തിരിക്കും. പ്രാർത്ഥിച്ച് അടുത്തൊരു മിനിറ്റ് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവസഭയ്ക്കെതിരെ, ദൈവജനത്തിനെതിരെ നാം അറിഞ്ഞോ അറിയാതെ ഉയർത്തപ്പെട്ട എല്ലാ പൈശാചിക ഓൾട്ടറുകൾ ഇന്ന് രാത്രി തകരുന്ന രാത്രിയായി മാറട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. നമ്മുടെ തലമുറകൾക്കെതിരെ, വാഗ്ദത്തങ്ങൾക്കെതിരെ, നിയോഗങ്ങൾക്ക് പ്രാർത്ഥിച്ച്, ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച് നാം ഒന്നിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില പൈശാചിക യാഗപീഠങ്ങൾ ഇന്ന് രാത്രി തകരട്ടെ. ആമേൻ ഹല്ലേലൂയ. നീ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾക്കകത്ത് അത് ആമേൻ തുടർമാനം ജീവിതത്തെ വേട്ടയാടുന്ന വിഷയങ്ങളാണെങ്കിൽ അതിന് പിൻപിൽ probably there is a demonic altar. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. നീ തുടർമാനം ആവർത്തിച്ച് കാണുന്ന ഒരു വിഷയമാണെങ്കിൽ നീ പോലും അറിയാതെ അതിന്റെ പിൻപിൽ ഡിമോണിക് ഓൾട്ടർ കണ്ടേക്കാം. ഇന്ന് രാത്രി തുറന്നു പറ, കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവികമല്ലാത്ത ഒന്നുമായി എനിക്ക് കണക്ഷൻ വേണ്ട. എൻ്റെ വീടിൻ്റെ അകത്ത് ദൈവികമല്ലാത്ത ഒന്നും ആമൻ കയറി വരാൻ പാടില്ല. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. പ്രാർത്ഥിച്ച് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഇന്ന് രാത്രി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളുടെ നാമത്തിൽ ഇന്ന് രാത്രി ഉയർത്തുന്ന പിതാവേ, ഇന്ന് രാത്രി കർത്താവേ ദൈവങ്ങളുടെ വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തെ ഇന്ന് രാത്രി ദൈവിക യാഗപീഠങ്ങളെ പണിയേണ്ടതിന് ആമേൻ ഹല്ലേലൂയ നിലനിൽക്കുന്ന യാഗപീഠങ്ങൾ, ആമേൻ ഹല്ലേലൂയ ദൈവമായിട്ടുള്ള ഉടമ്പടി ബന്ധങ്ങൾ, ഹല്ലേലൂയ ഇന്ന് രാത്രി അതിനാ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ആമേൻ ദൈവമേ, ദൈവത്തിന് ചിലത് പ്രാപിക്കേണ്ടതിന്, അത് ഞങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് ആ ദൈവിക അനുഗ്രഹങ്ങൾ നിലനിൽക്കേണ്ടതിന്, ഞങ്ങളുടെ തലമുറകൾക്ക് അത് കൈമാറേണ്ടതിന് നിലനിൽക്കുന്ന യാഗപീഠങ്ങളെ പണിയാൻ ഞങ്ങൾ ദൈവസന്നിധി രാത്രി സമർപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ദൈവികമല്ലാത്ത ഏതെങ്കിലും യാഗപീഠങ്ങളുമായി ഞങ്ങളെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിത ദൈവമേ ഏതെങ്കിലും ദൈവികമല്ലാത്ത യാഗ
യാഗപീഠങ്ങളുമായി ഞങ്ങൾ അറിഞ്ഞോ അറിയാതോ കണക്ട് ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി Father, we confess that, we renounce that, Lord, we detach our life from every demonic altars. ഇന്ന് രാത്രി ദൈവജനത്തിനെതിരെ, ദൈവസഭയ്ക്കെതിരെ ഇരുളിനി അധികാരങ്ങൾ ഉയർത്തുന്ന എല്ലാ പൈശാചിക ഓൾട്ടറുകളെ ഞങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ തകർക്കുകയാണ്. ഏലിയാവ് ബാലിന്റെയും അശേരയുടെയും യാഗപീഠങ്ങളെ തകർത്തതുപോലെ ഇന്ന് രാത്രി ദൈവികമല്ലാത്തത് സകലതും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആത്മാവിൽ തകർക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളുടെ മേൽ, വ്യക്തികളുടെ മേൽ ഇന്ന് രാത്രി ദൈവിക ജയത്തെ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുകയാണ്. ദൈവസഭയുടെ മേൽ ആ ജയം ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ചില കയ്യെഴുത്തുകൾ ഇന്ന് രാത്രി മാഞ്ഞു പോകട്ടെ. കുടുംബ തകർച്ചകൾ ഇന്ന് രാത്രി കുടുംബങ്ങളെ വിട്ടുമാറട്ടെ. ദൈവിക ജയങ്ങൾ വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കുടുംബങ്ങൾക്കകത്ത് ചിതറിപ്പുകൾ കൊണ്ടുവരുന്ന അവൻ ദുഷ്ട വ്യാപാര ശക്തികൾ ഇന്ന് രാത്രി തകരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കുടുംബങ്ങൾക്കകത്തൊരു ഭയങ്കര ജയത്തെ ഡിക്ലെയർ ചെയ്യുന്നു. താങ്ക് യു ജീസസ്. ഈ വചനത്തിന്റെ വിടുതലുകൾ കുടുംബങ്ങൾ അനുഭവിക്കട്ടെ. സഭയെ ഇന്ന് രാത്രി പിതാവിൻ്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.